യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം. യോഹന്നാൻ 11-ൽ എന്താ സംഭവിച്ചത്? ദ ഗോസ്പൽ ഓഫ് സെയിന്റ് ജോൺ ചാപ്റ്റർ 11 ഫസ്റ്റ് 4 verses then followed by verse 40. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ. താങ്ക് യു ലോർഡ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം സ്തോത്രം അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളും അവസാനമായി സ്തോത്രം അതെ 40-ാം വാക്യവും. യോഹന്നാൻ സുവിശേഷം 11 കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്തി വായിക്കാം. ശക്തിയോടെ വായിച്ച്. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിൻ്റെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ച്, കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. 4-ാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ചേ ആവേശത്തോടെ. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. 40-ാം വാക്യം കൂടെ. 40-ാം വാക്യം യോഹന്നാൻ 11:40 നിങ്ങൾ വായിക്കുമ്പോൾ 40 കമാൺ ഒരിക്കൽ കൂടെ വായിച്ച് 40-ാം വാക്യം വായിച്ച്. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ചുറ്റിരിക്കുന്ന 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. യെസ് 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 പറയണം. ഹല്ലേലൂയ. വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ആരാണ് നിങ്ങളെ നോക്കി പറയാത്തത്? സീറ്റ് മാറിയിരുന്നേ, അവരെ അടുത്തിരിക്കല്ലേ. ഒരിക്കൽ കൂടെ പറഞ്ഞ്, വേറൊരാളെ നോക്കി ഒരിക്കൽ കൂടെ പറഞ്ഞ്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. 4-ാം വാക്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കട്ടെ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. 4-ാം വാക്യം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ഓരോ വ്യക്തിയിലും ഈ നാളുകളിൽ ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ഓരോ വീട്ടിലും ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ഓരോ ശുശ്രൂഷയിലും, നിങ്ങൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയിലും ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ക്രൈസ്റ്റ് സെന്റർ കേൾക്കട്ടെ. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ഇന്ന് പകൽ നാം കേൾക്കുന്ന ഈ ദൂതിൻ്റെ തലക്കെട്ടിതാണ് ഗ്ലോറി ഇൻ ദ ഹയസ്റ്റ്. അത്യുന്നതങ്ങളിൽ മഹത്വം. കഴിഞ്ഞ ഞായറാഴ്ച അതിരാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഞാൻ കേട്ടു, ലിറ്ററലി ദൈവം എന്നോട് ഇടപെട്ടു. അത്യുന്നതങ്ങളിൽ മഹത്വം. ദൈവത്തിൻ്റെ നാമം പൂർവാധികം നിങ്ങളിൽ മഹത്വമെടുക്കുവാൻ പോകുന്നു. ഒരിക്കൽ കൂടെ പ്രവചന ശബ്ദം ഞാൻ ആവർത്തിച്ചു പറയട്ടെ. മറ്റേതൊരു സീസണേക്കാൾ, മറ്റേതൊരു വർഷത്തെക്കാൾ, മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ പൂർവാധികം നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ നാമം ഭയങ്കരമായി മഹത്വമെടുക്കുവാൻ പോകുന്നു. ദൈവനാമം നിങ്ങളുടെ മഹത്വമെടുക്കുവാൻ പോകുന്നു. പാട്ടുകളിൽ, പ്രാർത്ഥനകളിൽ, പ്രസംഗങ്ങളിൽ സർവ്വസാധാരണമായി നാം കേൾക്കുന്നതായ പദമാണ് ദൈവത്തിൻ്റെ മഹത്വം. വാട്ട് ഈസ് ഗ്ലോറി? ജൂയിഷ് ബൈബിൾ പറയുന്നു ഷെഖന ഗ്ലോറി. എന്താണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്? ആ മഹത്വത്തിൽ അടങ്ങിയിരിക്കുന്ന പല എലമെന്റ്സ്, പല കാര്യാദികൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവമഹത്വത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ദൈവമഹത്വത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവമുണ്ട്. ദൈവമഹത്വത്തിൽ ദൈവിക വ്യക്തിത്വമുണ്ട്. The essence of his presence is called his glory. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്.
ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വത്തിൽ ദൈവം ഇറങ്ങി വന്നാൽ ദൈവത്തിന്റെ ശക്തിയുണ്ടല്ലോ, ദൈവത്തിന്റെ സ്വഭാവമുണ്ടല്ലോ, ദൈവിക വ്യക്തിത്വമുണ്ടല്ലോ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് അടങ്ങിയിരിക്കുന്നതാണ് ദൈവത്തിന്റെ മഹത്വം. കൃത്യമായി പറയട്ടെ, മഹത്വം ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. മഹത്വം ഉണ്ടോ? ഒരു കുറവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. മഹത്വമുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞല്ല ജീവിക്കുന്നത്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങൾ നിറഞ്ഞാണ് ജീവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. എല്ലാ ശൂന്യതകൾ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്താട്ടെ. എല്ലാ ഒഴിവുകൾ ഇന്ന് പകൽ നിറവുകളായി തീരട്ടെ. എല്ലാ തിന്മകൾ നന്മയാകട്ടെ. ആർക്കും നിന്നെ വിരൽ ചൂണ്ടി അയ്യോ നിനക്കിതില്ലല്ലോ എന്ന് പറവാൻ ഇടവെക്കാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ മനുഷ്യൻ തരാത്തത്, മനുഷ്യൻ മാറ്റിവെച്ചത് ദൈവത്തിന്റെ മഹത്വമെന്ന് ആ ഭാഗത്ത് നിങ്ങളെ നിറയ്ക്കുകയാണ്. മോഷിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കടന്നു വരുന്ന സാത്താൻ ഒരിക്കുവാൻ വരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് നിറയ്ക്കുവാൻ വരുന്നു. അതേ, സാത്താൻ ഒഴിക്കുവാൻ വേണ്ടി വരുമ്പോൾ ദൈവം നിറയ്ക്കുന്നവനാണ്. ദൈവം നിങ്ങളെ നിറയ്ക്കുന്നത് പണം കൊണ്ടല്ല. ദൈവം നിങ്ങളെ നിറയ്ക്കുന്നത് ലോകത്തിൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ ലോകത്തിൻ്റെ ധാടികളോ മോടികളോ കൊണ്ടല്ല. പകരം ദൈവത്തിൻ്റെ മഹത്വത്താൽ ദൈവം നിങ്ങളെ നിറച്ച് മാനിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് വരെ നല്ല മഴയായിരുന്നല്ലോ. കിഴക്കൻ മലയിലേക്ക് നോക്കിയപ്പോൾ മേഘം മൂടിക്കിടന്നത് പോലെ സാത്താൻ നിന്നെ നോക്കുമ്പോൾ നിന്നെ മൂടിക്കിടക്കുന്നത് ശെക്കന മഹത്വമായിരിക്കും. ഓ ഗ്ലോറി. സാത്താൻ നോക്കുമ്പോൾ നിന്നെ കാണാൻ പാടില്ല. പിശാച് നോക്കുമ്പോൾ നിന്റെ വീടിനെ കാണുന്നില്ല. ശത്രു ഈ ദിവസങ്ങൾ പറയും അയ്യോ കാണുന്നില്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നു കാണുന്നില്ലല്ലോ. ശത്രുവെ നിനക്ക് കാണാൻ കഴിയത്തില്ല. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ എൽ എലിയോൻ എൽ ഷഡായ് മറക്കേണ്ട ഇടങ്ങളിൽ മഹത്വത്തിൽ നിങ്ങളെ മറച്ചു സൂക്ഷിക്കുവാൻ പോകുന്നു. മോശയെ മറച്ചു, പിന്നത്തേതിൽ മാനിച്ചു. ദാവീദിനെ മറച്ചു, പിന്നത്തേതിൽ മാനിച്ചു. യോസഫിനെ സ്വന്തം ഭവനത്തിൽ മറച്ചു, പിന്നത്തേതിൽ മാനിച്ചു. നസ്രേത്തിൽ 30 വയസ്സ് വരെ യേശു കർത്താവിനെ മറച്ചു, പിന്നത്തേതിൽ മാനിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മറവിൽ ഏതോ കുഞ്ഞ് ആയിരിക്കുന്നു. പിന്നത്തേതിൽ നീ മാനിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. 3.5 കോടി മലയാളികൾക്ക് മാത്രമല്ല, ഈ രാജ്യത്തിന് തന്നെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നീ ഒരു സർപ്രൈസായി തീരുവാൻ വേണ്ടി പോകുന്നു. മഹത്വത്തിൽ പൊതിഞ്ഞ് ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ 30 സെക്കൻഡ് അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചേ. Glory in the highest, meaning അത്യുന്നതങ്ങളിൽ മഹത്വം. മഹത്വമുണ്ടോ? മഹത്വമുള്ളിടത്ത് എല്ലാം ഉണ്ട്. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ മഹത്വത്തിൽ 2 പേർ ദൈവത്തോട് കൂടെ നടക്കുന്നു. മീനിങ് മഹത്വം എവിടെയുണ്ടോ അവിടെ കൊയ്നോനിയ അഥവാ കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മയുണ്ട്. മഹത്വമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവികമായ കൂട്ടായ്മയുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ ആർക്ക് കഴിയുമെന്ന ക്രമത്തിൽ അൺസെപ്പറബിളായി കൂട്ടായ്മയിലേക്ക് നിന്നെ എത്തിക്കുന്നതാണ് ദൈവത്തിന്റെ മഹത്വം. മഹത്വമുള്ളിടത്ത് ദൈവത്തിന്റെ ശബ്ദമുണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിലേക്ക് മോശ അതിരാവിലെ എല്ലാ ദിവസവും ഓടിക്കയറുമ്പോൾ കെരൂബുകളുടെ മധ്യത്തിൽ ആ ശെക്കന മഹത്വത്തിൽ നിന്ന് ദൈവം മോശയോട് സംസാരിച്ചു. സഹോദരി സഹോദരന്മാരെ, അന്ന് ദൈവം മോശയോട് സംസാരിച്ചു എങ്കിൽ ഇന്നും ദൈവം നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ ഡിജിറ്റൽ സ്ക്രീനിൽ നിന്ന് തല ഉയർത്തുക, ആ ടിവിയെ ഓഫ് ചെയ്യുക, ആ പേപ്പർ മാറ്റിവെച്ചാട്ടെ, ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കിയാട്ടെ. എല്ലാ ദിവസവും ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. ഓ, ആർക്കും വേണ്ടേ? യൂട്യൂബിലൂടെ ആ ദാസൻ പറഞ്ഞു, ഫേസ്ബുക്കിലൂടെ ഈ ദാസി പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ദാസന്മാരുടെ ദാസിമാരിലൂടെയല്ല, പകരം അപ്പൻ മക്കളോട് നേരിട്ട് സംസാരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നേരിട്ട് സംസാരിക്കട്ടെ. ദൈവം ഒത്തിരി കാര്യം നിന്നോട് നേരിട്ട് സംസാരിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മഹത്വമുള്ളിടത്ത് ദൈവത്തിന്റെ ശബ്ദമുണ്ട്. മഹത്വമുള്ളിടത്ത് വലിയ വിടുതലുണ്ട്. ഇന്ന് പകൽക്കാലം സ്തോത്രം. അതെ, ഞാൻ പറയട്ടെ, മഹത്വം ആ ബേണിംഗ് ബുഷിൽ മഹത്വം സ്തോത്രം മുൾപടർപ്പിൽ ഇറങ്ങി വന്നു. 1 2 പേരല്ല, 30 ലക്ഷം ജനം കൂട്ടമായി വിടുതൽ പ്രാപിച്ചു.
ഒരിക്കൽ കൂടെ കൂട്ടമായി വിടുതൽ പ്രാപിച്ചു. കൂട്ട വിടുതൽ വെളിപ്പെടട്ടെ. മാസ് ഡെലിവറൻസ്, മാസ് ഡെലിവറൻസ്. മീറ്റിംഗിൽ വരുന്ന ഒരാളല്ല, രണ്ടുപേരല്ല, കൂട്ട വിടുതലുകൾ ദൈവകൃപയാൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? ഒരു കൂട്ട വിടുതലിന് വേണ്ടി, ഒരു മാസ് ഡെലിവറൻസിന്റെ അനോയിന്റിങ്ങിന് വേണ്ടി ആരെയോ ദൈവം ഈ ദിവസങ്ങൾ ഒരുക്കുകയാണ്. ആ മഹത്വം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് വെള്ളിയും പൊന്നും ഉണ്ടായിരുന്നു. മീനിങ് സ്തോത്രം, അതേ മഹത്വം ഉള്ളിടത്ത് ദൈവിക പ്രോസ്പെരിറ്റി ഉണ്ട്, ദൈവിക സമൃദ്ധിയുണ്ട്. നിങ്ങളുടെ കടഭാരം ക്യാൻസൽ ചെയ്യുന്ന, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറുന്നു. കാരണം 105 സങ്കീർത്തനം 37 വാക്യം പറയുന്നു, സ്തോത്രം, അവനെ അവൻ പൊന്നിനോടും വെള്ളിയോടും കൂടെ പുറപ്പെടുവിച്ചു. സ്തോത്രം, മഹത്വം ഉള്ളിടത്ത് ദൈവിക പ്രോസ്പെരിറ്റി ഉണ്ട്. അവരിൽ ഒരുത്തൻ പോലും ബലഹീനം ഉണ്ടായിരുന്നില്ല. അർത്ഥം, മഹത്വം ഉള്ളിടത്ത് രോഗങ്ങൾക്ക് സ്ഥാനമില്ല. മഹത്വമുള്ളിടത്ത് രോഗങ്ങൾക്ക് സ്ഥാനമില്ല. ഇന്ന് പകൽക്കാലം നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ രോഗത്താലായിരിക്കുന്നു എങ്കിൽ തീങ്കൽ മെഴുകു ഉരുകുന്നത് പോലെ ഈ ദൂതിന്റെ മുൻപാകെ സകല രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഉരുകട്ടെ. ബലഹീനതകൾ ഉരുകട്ടെ. സൗഖ്യം വെളിപ്പെടട്ടെ. ഞാൻ ആവർത്തിക്കുന്നു, സൗഖ്യം വെളിപ്പെടട്ടെ. കമാൻ, വിശ്വസിക്കുന്നവർ അധരങ്ങളെ തുറന്ന് ഇത് പകൽക്കാല സ്തോത്രം പറഞ്ഞ് ആ സൗഖ്യം ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. 30 ലക്ഷം ജനം പുറത്തു വന്നപ്പോൾ കൂട്ട വിടുതൽ മാത്രമല്ല, കൂട്ട സൗഖ്യവും വെളിപ്പെട്ടു. എങ്കിൽ രോഗശാന്തി മ്യൂസിയത്തല്ല, പകരം തെളിയിക്ക് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. രോഗശാന്തി ഇന്നുമുണ്ട്, അത് മക്കളുടെ അപ്പമാണ്. എത്ര പേർ ആമേൻ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. മഹത്വം എവിടെയുണ്ടോ അവിടെ പ്രകൃതിയാതീതമായ വഴികൾ തുറക്ക്. യോർദാൻ വിഭാഗിക്കപ്പെട്ടു. അതിന് മുൻപ് സ്തോത്രം, അത് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. മഹത്വത്തിന് പെട്ടകത്തിന് മുൻപിൽ യോർദാന് സ്തോത്രം പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. മഹത്വം ചലിച്ചിടത്തിന് മുൻപിൽ ചെങ്കടലിന് പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം വഴിയിൽ തടയുന്ന സകല അന്ധകാര പരീക്ഷകൾ നോക്കി ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ, പിന്മാറുക. Yes, 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 yes. Oh, yes, yes. അതൊരു വിടുതല, അതൊരു വിടുതല. Yes, yes, yes. ആത്മമണ്ഡലത്തെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, യോർദാനെ നീ പിന്മാറുന്നതെന്ത്? യോർദാനെ നീ പിന്മാറുന്നതെന്ത്? തടസ്സങ്ങളെ നീ പിന്മാറുന്നതെന്ത്? തലമുറകൾക്കെതിരെ, ഭാവികൾക്കെതിരെയുള്ള തടസ്സങ്ങൾ പിന്മാറട്ടെ. കാരണം മഹത്വം ചലിക്കുന്നു. സഖറിയ 2:5 പറയുന്നു, മതിലില്ലാതെ നീ തുറന്നു കിടന്നാൽ നിനക്ക് ചുറ്റും ഞാൻ തീ മതിലായിരിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മഹത്വത്തിന്റെ മതിലുണ്ട്. നിനക്ക് ചുറ്റും മഹത്വം മതിലിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതെല്ലോട് ഞങ്ങളൊന്ന് കവർ ചെയ്യണമേ. ഈ തലമുറയിൽ അവസാന ശ്വാസം വരെ ഞങ്ങളൊന്ന് പൊതിഞ്ഞു സൂക്ഷിക്കണമേ. മഹത്വമുള്ളിടത്ത് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞങ്ങളെക്കാൾ ശക്തന്മാർ, ഉന്നതന്മാർ, തകർന്നതും ഉടഞ്ഞതുമായ സ്ഥാനത്ത് ഹല്ലേലൂയ സ്തോത്രം വീണു പോകാതെ സൂക്ഷിക്കാൻ മഹത്വത്തിൽ ഞങ്ങൾ ഒന്ന് പൊതിഞ്ഞാട്ടെ. യേശുവിൻ്റെ രക്തം ജയം. കമാൻ ദൈവമക്കളെ എല്ലാവരും ചാർജ് ചെയ്ത് ഇന്ന് പകൽക്കാലം വന്നിരുന്നേ. മറക്കേണ്ട ഇടങ്ങളിൽ അവൻ നമ്മെ മറക്കട്ടെ. മാനിക്കേണ്ട ഇടങ്ങളിൽ ദൈവം നിങ്ങളെ മാനിക്കട്ടെ. Where there is glory, there is protection. അവിടെ ദൈവത്തിന്റെ മഹത്വമുണ്ട്. മഹത്വമുള്ളിടത്ത് ജയമുണ്ട്. മഹത്വമുള്ളിടത്ത് ജയമുണ്ട്. കേൾക്ക്, 1 ശമൂവേൽ 5-ാം അധ്യായം 1 മുതൽ 5 വരെ ആവേശത്തോടെ ഞാൻ പറയട്ടെ. ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്ന ഒരു പിശാചുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ദൈവജനത്തെ ചൊറിയുന്നതായ, ഇടയ്ക്കിടയ്ക്ക് പോരാട്ടം ഉണ്ടാക്കുന്ന ഒരുവനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു ദാഗോൻ. എന്തോട് വായിച്ചിട്ടുണ്ട്? കരങ്ങളെ ഉയർത്തിയാട്ടെ. ഫെലിസ്ത്യൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ഡെയിലി പോരാട്ടത്തെക്കാൾ ഭയങ്കര പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്നത്. ഇന്ന് പകൽക്കാലം ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്ന സകല ദാഗോൻ ജൂൺ 30-ാം തീയതി അവൻ കർശനമായി കർശനമായി തകർന്നു വീഴുവാൻ പോകുന്നു. വിഷയം മഹത്വം.
മഹത്വമുള്ള ദൈവത്തിൻ്റെ പെട്ടകത്തെ കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ച് അപ്പച്ചനെ പിടിച്ചതല്ല, പിടി കൊടുത്തതാണ്. ഒരിക്കൽ കൂടെ, അപ്പച്ചനെ പിടിച്ചതല്ല, അതായത് പെട്ടകത്തെ പിടിച്ചതല്ല, പെട്ടകത്തിന് അവൻ പിടി കൊടുത്തതാണ്. കാരണം ഉസ ആ പെട്ടകത്തെ തൊട്ടപ്പോൾ തൊട്ടവനെ ദൈവം തട്ടി. എന്നാൽ ഫെലിസ്ത്യൻ വിളിച്ചപ്പോൾ കർത്താവ് കൂടെ പോയി. ഞാൻ ചോദിച്ചു, എൻ്റെ തിരുവനന്തപുരം ബുദ്ധിയുടെ കർത്താവേ, മറ്റവൻ തൊട്ടപ്പോൾ നീ അവനെ തട്ടി, നീ ഇപ്പൊ എന്താ കൂടെ പോകുന്നത്? അത് സുരേഷേ, സ്തോത്രം, യവന്റെ ഹെഡ് ക്വാർട്ടർ തകർക്കാൻ. ഇന്ന് പകൽക്കാലം കുടുംബങ്ങളെ, വ്യക്തികളെ നോക്കി ഞാൻ പറയട്ടെ, കൂടെ കൂടെ പോരാട്ടമുണ്ടെങ്കിൽ അതിന്റെ അടിവേരെ തകർക്കുന്നവരെ പ്രവൃത്തി. Yes. ഞാൻ കണ്ടു അന്തരീക്ഷത്തിൽ ആരോ കരങ്ങളെടുത്ത് ഇങ്ങനെ വെട്ടുന്നത് ഞാൻ കണ്ടു. യെസ്, അന്തരീക്ഷത്തിൽ കരമെടുത്ത് വെട്ടിയപ്പോ എനിക്ക് മനസ്സിലായി, ഏതവനെ കൊള്ളേണ്ടടുത്ത് ഇന്ന് പകൽക്കാലം കൊള്ളുകയാണ്. Yes. 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 ആ വിഷച്ചെടി ഇന്ന് പകൽക്കാലം വേരോടെ പട്ടുപോകട്ടെ. ആ വെട്ടിയ വെട്ട് കൊള്ളുകയാണ് യേശുവിന്റെ നാമത്തിൽ. പെട്ടകത്തിന് മുൻപിൽ ദാഗോന് നിൽപ്പാൻ കഴിയത്തില്ല. കാരണം അത് മഹത്വമില്ലാത്ത പെട്ടിയല്ല, മഹത്വമുള്ള പെട്ടകത്തിന് മുൻപിൽ, മഹത്വമുള്ള പെട്ടകത്തിന് മുൻപിൽ ദാഗോന് നിൽപ്പാൻ കഴിഞ്ഞില്ല. ദൈവ മഹത്വമുള്ള നിന്റെ മുൻപിൽ ശത്രുക്കൾക്ക് നിൽപ്പാൻ കഴിയില്ല. ശത്രുവേ, നിനക്കൊരു ചോയ്സ് ഇല്ല. ഫാൾ ഡൗൺ, ഫാൾ ഡൗൺ. ശത്രുവേ, നിനക്ക് വേറൊരു ചോയ്സ് ഇല്ല. നീ വീണ് തന്നെയാകണം. ദാഗോനെ, നീ വീണ് തന്നെയാകണം. നീ വീണ് ഉടഞ്ഞ് തന്നെയാകണം. 7-ാം മാസത്തിന്റെ ഓരോ ഘട്ടത്തിലും നീ അത് കാണുവാൻ പോകുക. അപ്പം നിനക്ക് മനസ്സിലാകുക, 6-ാം മാസം അവസാന ദിവസം പരിശുദ്ധാത്മ പ്രസംഗമല്ല, പ്രവചനമാണ് പറയുന്നത്. മഹത്വമുള്ളവന്റെ മുൻപിൽ ശത്രുവിന് നിൽപ്പാൻ കഴിയത്തില്ല, അവൻ വീണിരിക്കും. മഹത്വമുള്ളിടത്ത് അനുഗ്രഹമുണ്ട്, മഹത്വമുള്ളിടത്ത് അനുഗ്രഹമുണ്ട്. ഞങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാ. ഓ എൻ്റെ കർത്താവ്, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പിള്ളേർ തുടങ്ങി സകലത്തിൽ നോക്കുമ്പോൾ ഞാൻ ശാപമല്ല കാണുന്നത്, അബ്രഹാമിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപകൾ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഒരു മന്ത്രത്തിനും നിന്നെ ശപിക്കാൻ കഴിയത്തില്ല. ഒരു ക്ഷുദ്രക്കാരനും മന്ത്രവാദിക്കും ഒരു കൃപ നഷ്ടപ്പെട്ടവനും നിന്നെ ശപിക്കാൻ പറ്റത്തില്ല. നീ ചുമക്കുന്നത് ദൈവത്തിന് അനുഗ്രഹമാണ്. കാരണം മഹത്വമുള്ള പെട്ടകം, മഹത്വമുള്ള പെട്ടകം 3 മാസം ഒബേദോദോമിൻ്റെ ഭവനത്തിലിരുന്നപ്പോൾ അടുത്ത വീട്ടിലെ അയൽവാസി മാത്രമല്ല അറിഞ്ഞത്, അങ്ങ് ദൂരെയുള്ള ദാവീദ് അറിഞ്ഞു. അകന്ന് താമസിക്കുന്ന, കിലോമീറ്റർ മൈലുകൾ അകലെ താമസിക്കുന്ന ദാവീദ് അറിഞ്ഞു ഒബേദോദോമിനെ ദൈവം അനുഗ്രഹിച്ചെന്ന്. ഇന്ന് പകൽക്കാലം നാഷണലി ഇൻ്റർനാഷണലി നിന്റെ അനുഗ്രഹം പ്രസിദ്ധമാകാൻ വേണ്ടി പോകുന്നു. ഓ കമാ, അതിർത്തികൾ ഇല്ലാത്ത ദൈവത്തിൻ്റെ അനുഗ്രഹം, നിന്റെ അനുഗ്രഹം. നീ അനുഗ്രഹിക്കപ്പെട്ടെന്ന്, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടെന്ന്. നദികൾ കടന്ന്, സമുദ്രം കടന്ന്, പർവ്വതങ്ങൾ കടന്ന് ജനത്തിന്റെ നടുവിൽ ഒരു സംസാര വിഷയമുണ്ടാകുവാൻ പോകുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. മഹത്വത്തിൽ പൊതിഞ്ഞിരിക്കുന്നതിന് മഹത്വമുള്ളവന് ചീത്തയായി പോകത്തില്ല. ഒരിക്കൽ കൂടെ, മഹത്വമുള്ളവൻ ചീത്തയായി പോകത്തില്ല, മഹത്വമുള്ളവൻ ഔട്ട്ഡേറ്റ് ആയി പോകത്തില്ല, മഹത്വമുള്ളവൻ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക. കമോൺ, ഈ തലമുറയിൽ വാടാതെ നിൽക്കണമെന്നുള്ളവർ ആമേൻ പറഞ്ഞാടെ. ഈ തലമുറയിൽ തളരാതെ ഓടണമെന്ന് പറയുന്നവർ ആമേൻ പറഞ്ഞാടെ. ഈ തലമുറയിൽ ക്ഷീണിക്കാതെ നടക്കണമെന്നുള്ളവർ ആമേൻ പറഞ്ഞാടെ. എന്നും എനിക്ക് ഫ്രഷ് ആകണമെന്ന് പറയുന്നവൻ ആമേൻ പറഞ്ഞാടെ.
പ്രായത്തെ ബീറ്റ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയ്ക്കായി ആമേൻ പറഞ്ഞാട്ടെ. അടയാത്ത ഒരു ശബ്ദത്തെ അടയാത്ത ഒരു ശബ്ദത്തിനായി ആമേൻ പറഞ്ഞാട്ടെ. 85-ാമത്തെ വയസ്സിലും അന്നത്തെ ആരോഗ്യം എനിക്കുണ്ട്, ഇന്നുമുണ്ടെന്ന് പറവാൻ, അന്നത്തെ ബലം എനിക്ക് ഇന്നുമുണ്ടെന്ന് പറവാൻ, എന്നും സംതിങ് ഫ്രഷ്. മുപ്പത് ലക്ഷം ജനം തിന്ന എല്ലാം മന്നയും 24 മണിക്കൂർ കഴിയുമ്പോൾ ചീത്തയായി പോകും. പർട്ടിക്കുലർ മന്ന, ഒരു പ്രത്യേക മന്നയുണ്ട്. മറ്റുള്ളവൻ്റെ കയ്യിലിരുന്ന എല്ലാ മന്നയും ചീത്തയായി പോയപ്പോൾ പെട്ടകത്തിനകത്തുള്ളതായ മന്ന, മറ്റുള്ളവൻ്റെ എല്ലാവൻ്റെയും കയ്യിലിരുന്ന മന്ന ചീത്തയായപ്പോൾ മന്ന ഇട്ടുവെച്ച പൊൻപാത്രം, മഹത്വത്തിൽ മറഞ്ഞിരുന്ന മന്ന തലമുറ കഴിഞ്ഞിട്ടും അത് ചീത്തയാകാതെ ഇരുന്നു എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ മറയാൻ, കുടുംബ പേരിലല്ല, സംഘടനയുടെ പേരിലല്ല, ദൈവദാസന്മാരുടെ പേരിലല്ല, വേറെ ഒന്നിലുമല്ല, ദൈവമഹത്വത്തിൽ മറഞ്ഞാട്ടെ, ദൈവമഹത്വത്തിൽ മറഞ്ഞാട്ടെ. നീ ഒരിക്കലും ചീത്തയായി പോകത്തില്ലെന്ന് മാത്രമല്ല, എന്നും നീ ഫ്രഷ് ആയിരിക്കും. നിന്നെ നോക്കി ജനം പറയും, അന്നത്തെ തീ ഇന്നും ഉണ്ട്, അന്നത്തെ അഭിഷേകം ഇന്നും ഉണ്ട്, അന്നത്തെ ടേസ്റ്റ് ഇന്നും ഉണ്ട്. നീ സീസണിലല്ല, നീ ജനറേഷൻസിന് അനുഗ്രഹമായിരിക്കും. വിശ്വസിക്കുന്നവരെ ശബ്ദം ഉയർത്തി മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. എന്നാൽ ഈ ദൈവത്തിൻ്റെ മഹത്വം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദേഹരൂപത്തിൽ വെളിപ്പെട്ടു എന്ന് വേദപുസ്തകം പറയുന്നു. കൊലോസ്യ ലേഖനം, സ്തോത്രം, അതെ, കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 19-ാം വാക്യവും 2-ാം അധ്യായം 9-ാം വാക്യവും വായിക്കുമ്പോൾ, കൊലോസ്യർ 1:19, 2:9 വായിക്കുമ്പോൾ, അവനിൽ യേശുവിൽ സർവ സമ്പൂർണ്ണതയും വസിപ്പാനും, മീനിങ് ഈ മഹത്വം ദേഹരൂപത്തിൽ വെളിപ്പെട്ടപ്പോൾ അവൻ യേശുവായി തീർന്നു. പഴയ നിയമത്തിൽ മോശയുടെ കാലത്ത് ചലിക്കുന്ന മേഘവും ജ്വലിക്കുന്ന അഗ്നിയുമായി പണ്ട് മോശയുടെ കാലത്ത് ചലിക്കുന്ന മേഘവും ജ്വലിക്കുന്ന അഗ്നിയുമായി പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ചലിച്ചതായ ദൈവമഹത്വം വേഷത്തിൽ മനുഷ്യനായപ്പോൾ മറിയയുടെ ഗർഭമാത്രത്തിൽ തന്നെത്താൻ ചുരുക്കി അവൻ ബേത്ലഹേമിൽ വളർന്നു. അവൻ ബേത്ലഹേമിൽ ജനിച്ചു, അവൻ നസ്രേത്തിൽ വളർന്നു, അവൻ യോർദാനിൽ സ്നാനപ്പെട്ടു, അവൻ മരുഭൂമിയിൽ ഉപവസിച്ചു, അവൻ ഗലീല മുതൽ പ്രസംഗിച്ചു, അവൻ അവൻ യെരിഹോ സന്ദർശിച്ചു, അവൻ ഗദശമനിയിൽ പ്രാർത്ഥിച്ചു, അവൻ ഗോൽഗോഥയിൽ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്ന് പറയുന്നത് ഏതോ ഒരു പ്രവാചകനോ പുരോഹിതനോ രാജാവോ മറ്റേതെങ്കിലും വിശുദ്ധന്മാരുടെ ലിസ്റ്റിൽ അവനെ ഒതുക്കരുത്. യേശു എന്ന് പറയുമ്പോൾ മതസ്ഥാപകന്മാരുടെ ലിസ്റ്റിൽ ഒതുക്കരുത്. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, അവൻ കർത്താക്കന്മാരുടെ കർത്താവാണ്, അവൻ ദൈവങ്ങളുടെ ദൈവമാണ്, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ഇന്ന് പകൽ അവൻ പുൽത്തൊഴുത്തിലല്ല, ഇന്ന് പകൽ അവൻ പരീശന്മാരുടെ നടുവിലല്ല, ഇന്ന് പകൽ അവൻ ദേവാലയത്തിലല്ല, ഇന്ന് പകൽ യേശു റോമിലല്ല, യെരുശലേമിലല്ല, ഇന്ന് പകൽ യേശു കർത്താവ് ക്രൂശിലല്ല, യേശു കർത്താവ് കഴുതപ്പുറത്തല്ല, അവൻ ഇവിടെ ഇല്ല. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് സകല നാമത്തിന് മേലായ നാമമുള്ളവനായി അവൻ നിനക്കായി ജീവിക്കുന്ന ആ യേശുവാണ്. സ്തോത്രം. ദൈവത്തിന്റെ അതേ മുഴുവൻ മഹത്വം ദേഹരൂപത്തിൽ വെളിപ്പെട്ടത്. ആ യേശു സ്വർഗത്തിൽ മാത്രമല്ല വസിക്കുന്നത്, ഒരു രഹസ്യമായി പൗലോസ് പറയുന്നു, ഒരു മർമ്മമായി പറയുന്നു, ഒരു മിസ്ട്രിയായി പറയുന്നു. 2 ചെവികളുടെ ഇടയിലുള്ള തലച്ചോർ കൊണ്ട് എത്ര ചിന്തിച്ചാലും അതേ പിടികിട്ടാത്ത അളവിൽ പറയുന്നു. സ്തോത്രം. എത്ര ആലോചിച്ചാലും അതേ പിടികിട്ടാത്ത അളവിൽ ഒരു രഹസ്യമായി പറയുന്നു. സ്വർഗാദി സ്വർഗങ്ങളിൽ അതേ സ്തോത്രം വസിക്കുന്ന കർത്താവ് സ്വർഗം പോലും അതേ അവന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു കവിയുകയാണ്. ശലോമോൻ ആലയം ഉണ്ടാക്കി ഇങ്ങനെയാണ് കർത്താവിനെ നോക്കി പറഞ്ഞത്, സ്വർഗം പോലും നിനക്ക് തികയുന്നില്ല എന്ന്. ഓ കമാൻ, ആരോട് പറയാൻ? സ്വർഗം പോലും നിനക്ക് തികയുന്നില്ലെന്ന്. കാരണം എൻ്റെ കർത്താവ് ലോക്കലല്ല, അവൻ ഓവർഫ്ലോയിങ് ആണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ പോലും നീ അടങ്ങാത്തവനാണ്. സ്തോത്രം. ആ കർത്താവ് രഹസ്യമായി പറയുന്നു, അവൻ തന്നെത്താൻ ചുരുക്കി. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ഇൻ യു. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു അവൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു.
കൊലോസ്യർ 1:27 മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ആർക്കും ഒരു സന്തോഷമില്ലല്ലോ. ആ മർമ്മത്തിന്റെ മഹത്വം, ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. 3 പേരെ തൊട്ട് പറ, പിന്നെ എന്തോ വേണം? പെട്ടെന്ന് പറ, പിന്നെ എന്തോ വേണം? പറ, അല്പം തലക്കനത്തോടെ പറ, പിന്നെ എന്തോ വേണം? ആ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. കൂടോത്രത്തെക്കാൾ വലിയ യേശു. പോരാട്ടങ്ങളെക്കാൾ വലിയ യേശു, ക്യാൻസറിനേക്കാൾ വലിയ യേശു, ഹെപ്പറ്റൈറ്റിസ് ബിയേക്കാൾ വലിയ യേശു, ഏത് രോഗത്തെക്കാൾ വലിയ യേശു നിന്റെ ഉള്ളിലിരിക്കുന്നു. യേശു നിന്റെ ഉള്ളിലിരുന്നാൽ സാത്താൻ നിന്റെ തലയിലല്ല ഇരിക്കുന്നത്, പോരാട്ടം നിന്റെ തോളിലല്ല ഇരിക്കുന്നത്, മന്ത്രവാദ കുഞ്ഞിനെ പോലെ നിന്റെ മടിയിലല്ല ഇരിക്കുന്നത്. യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, ഹി ഈസ് അണ്ടർ മൈ ഫീറ്റ്, under my feet. യേശു നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് സിംഹത്തിന്മേലും ആടിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും, ബാലസിംഹത്തെ പെരുമ്പാമ്പിനെയും. ഓ, അപ്പുറത്തെ ജംഗ്ഷൻ കേൾക്കട്ടെ. ബാലസിംഹത്തെ പെരുമ്പാമ്പിനെയും നിന്റെ കാൽക്കീഴിൽ നീ മെതിച്ചു കളയും. കാരണം നീയാകുന്ന ദേവാലയത്തിൽ കർത്താവ് ഇരിക്കുകയാണ്. കൊരിന്ത് പട്ടണം ഒരു ദേവാലയത്തിൽ ഭയങ്കര പ്രസിദ്ധമായിരുന്നു. ഒരു ഗ്രീക്ക് ദൈവത്തിൻ്റെ ദേവാലയത്തിൽ കൊരിന്ത് പട്ടണം ഭയങ്കര പ്രസിദ്ധമായിരുന്നു. കൊരിന്ത് പട്ടണം അന്ന് ആ വലിയ ദേവാലയത്തിൽ പ്രസിദ്ധമായെങ്കിൽ പൗലൂസ് എന്ന മനുഷ്യൻ കൊരിന്ത് പട്ടണത്തിൽ കാലെടുത്ത് വെച്ചതും അന്തരീക്ഷം മാറി. കമോൺ, ആരോടാ ഞാൻ പറയുന്നത്? ആരോ ഇന്ന് പകൽ കർത്താവ് നിയോഗിക്കുന്നു പട്ടണങ്ങളുടെ അന്തരീക്ഷം മാറ്റുന്ന ഒരു അഭിഷേകം. അപ്പോസ്തല പ്രവൃത്തി ഇന്ത്യയിൽ ആവർത്തിക്കപ്പെടുവാൻ പോകുന്നു. Come on. പട്ടണങ്ങളുടെ ചരിത്രം മാറ്റി എഴുതുന്ന ഒരു അഭിഷേകം ആരോ ഇന്ന് പകൽ ഏറ്റെടുക്കുമാറാകട്ടെ. ഉള്ളുകുനിയ കഷണ്ടി തലയനായ ആ ചെറിയ മനുഷ്യൻ കൊരിന്ത് പട്ടണത്തിൽ കാലെടുത്ത് വെച്ചത് ഗ്രീക്ക് ദൈവത്തിൻ്റെതായ ആ ആലയം അടഞ്ഞു. വിശ്വാസികൾ എന്ന് പറയുന്ന ആരാധനയുടെ ആലയം തുറന്നു. ഇത് വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, മാർഗിടുന്നവൻ വെറുതെ പോകുമ്പോ ഇന്ന് പകൽ ഈ നിയോഗം ഏറ്റെടുക്കുന്നവനിൽ രണ്ട് നടക്കും. അടയേണ്ടത് അടയും, തുറക്കേണ്ടത് തുറക്കും. ഒന്ന് കൊരിന്ത്യർ 3:16, 1 കൊരിന്ത്യർ 6:16, 2 കൊരിന്ത്യർ 6:16 മുതൽ 18 വരെ 3 സ്ഥലങ്ങളിൽ പൗലോസ് പറഞ്ഞു, ഈ ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ഹേ ട്രിവാൻഡ്രത്ത് നിങ്ങൾ എവിടെ നിന്ന് കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. അത് വെബ് സ്ട്രീം കാണുന്നവർ നിങ്ങൾ ആയിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. വലത് കരങ്ങളെ മാർബോർഡ് വെച്ച് ശബ്ദം ഉയർത്തി പറ, ഞാൻ ദൈവത്തിന്റെ മന്ദിരം. അങ്ങനെയല്ല, വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞോട്ടെ, ഞാൻ ദൈവത്തിന്റെ മന്ദിരം. മഹത്വം മലയിലല്ല, മഹത്വം സമാഗമന കൂടാരത്തിലല്ല, മഹത്വം പെട്ടകത്തിലല്ല, മഹത്വം ബേണിംഗ് ബുഷിലല്ല, മഹത്വം നിന്നിലാണ്. മഹത്വം നിന്നിലെങ്കിൽ നീ ചലിക്കുമ്പോൾ മഹത്വം ചലിക്കുക. മഹത്വം നിന്നിലെങ്കിൽ നീ വാ തുറക്കുമ്പോൾ
മഹത്വം ഒഴുകുക, ഏറ്റെടുക്കുക യേശുവിൻ്റെ നാമത്തിൽ. അതിനെതിരെ നിൽക്കുന്ന, അഭിഷേകത്തിനെതിരെ നിൽക്കുന്ന, ദൈവ സാന്നിധ്യത്തിനെതിരെ നിൽക്കുന്ന സകല മതവ്യാപാരങ്ങൾ, സകല പാരമ്പര്യങ്ങൾ ഇപ്പോൾ പൊട്ടിമാറട്ടെ. പുതിയ നിയമസഭയിൽ മഹത്വം ചലിക്കുമ്പോൾ സഹോദരി സഹോദരന്മാരെ, കെട്ടുകഥയല്ല, ബൈബിൾ പറയുന്നു മഹത്വം കൊണ്ടുവരുന്ന ഒത്തിരി നന്മകളുണ്ട്. ഗ്ലോറി ഇൻ ദ ഹൈയസ്റ്റ്, അത്യുന്നതങ്ങളിൽ മഹത്വം. നിനക്ക് വേണ്ടിയത്, എനിക്ക് വേണ്ടിയത് കുറച്ച് കോടികളല്ല, നിനക്ക് വേണ്ടിയത് പണമല്ല, ദൈവത്തിൻ്റെ മഹത്വമാണ്. എനിക്കും നിനക്കും വേണ്ടിയത് കുറച്ച് വിദ്യാഭ്യാസമല്ല, ദൈവത്തിൻ്റെ മഹത്വമാണ്. നിങ്ങൾ ഓരോരുത്തരും മഹത്വത്തിൻ്റെ ചാലുകളാണെങ്കിൽ, നിങ്ങൾ മഹത്വത്തിൻ്റെ ചാനലുകളാണെങ്കിൽ ഇന്ത്യയുടെ മുഖച്ഛായ മാറിയിരിക്കുക. ലോകരാജ്യങ്ങൾ ഈ രാജ്യത്തെ നോക്കി പഠിക്കുക. ദൈവത്തിൻ്റെ മഹത്വം ചുമക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ മഹത്വം, സ്തോത്രം, അത് വെളിപ്പെടുന്നത് ചന്തയിലല്ല. മഹത്വം വെളിപ്പെടുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല. ദൈവ മഹത്വം വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ സഭയിലാണ്. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ സഭയിലാണ്. സഭയെ വിട്ടിട്ട് ഒരു കളി ദൈവത്തിനില്ല. അപ്പുറത്തെ കുടിൽ വ്യവസായം പ്രവചനത്തിലല്ല ദൈവം ചലിക്കുന്നത്. കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് പറഞ്ഞത്. കർത്താവ് വന്നത് സഭയ്ക്ക് വേണ്ടിയാ. ഒരിക്കൽ കൂടെ, കർത്താവ് വന്നത് സഭയ്ക്ക് വേണ്ടിയാ. കർത്താവ് മരിച്ചത് സഭയ്ക്ക് വേണ്ടിയാ. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് സഭയ്ക്ക് വേണ്ടിയാ. കർത്താവ് വീണ്ടും വരുന്നതും സഭയ്ക്ക് വേണ്ടിയാ. ദൈവ മഹത്വം, ദൈവ സാന്നിധ്യം ചലിക്കുന്നത്, സ്തോത്രം, അതേ സഭയിലാണ്. സഭയെ പണിയുന്നവനെ ദൈവം പണിയുന്നു. ഏതവനൊക്കെ സഭയ്ക്കെതിരെ അത് എഴുന്നേറ്റുണ്ടോ അവനെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. കാരണം സ്തോത്ര, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സ്തോത്രം. അപ്പുറത്തെ പ്രവാചകനിലല്ല ദൈവ മഹത്വം ചലിക്കുന്നത്. അപ്പുറത്തെ ഏതോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലല്ല ദൈവ മഹത്വം ചലിക്കുന്നത്. ദൈവം ചലിക്കുന്നത് സഭയിലാണ്. എൻ്റെ ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നു. സ്തോത്രം. അതെ, ദൈവ മഹത്വം കൊണ്ടുവരുന്ന പല എലമെൻസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. സ്തോത്രം. ഇത് ഇൻട്രഡക്ഷനാണ് ഞാൻ അതെ പറഞ്ഞു നിൽക്കുന്നത്. സ്തോത്രം. ഈ മഴമേഘം ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു മഴവില്ല് ഉയരുന്നത് പോലെ, ആ മഴവില്ലിന് 7 നിറങ്ങൾ വിബ്ജിയാറുള്ളത് പോലെ ദൈവമഹത്വം ഇറങ്ങുമ്പോൾ അവിടെ വെളിപ്പെടുന്ന പല ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഇമ്പാർട്ടേഷൻ നടക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ മഹത്വത്തിലുള്ള സകല എലമെൻസും, മഹത്വത്തിലുള്ള സകല പരിപാടികളും, ദൈവിക പ്രക്രിയകളും ദൈവകൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞേ. ഒന്ന് മഹത്വം, സ്തോത്രം, ദൈവ മഹത്വം, അതായത് ദൈവ സാന്നിധ്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം, ഇതെല്ലാം ദൈവ മഹത്വത്തെ കുറിക്കുന്നതാണ്. ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഇതൊക്കെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 120 പേരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നു. പഴയ നിയമത്തിൽ പുറത്തായിരുന്നതായ മഹത്വം ഇപ്പോൾ 120 പേരുടെ അകത്തേക്ക് വ്യാപരിക്കുകയാണ്. അകത്തേക്ക് വ്യാപരിച്ച് അവർ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തിരുവചനം പറയുന്നു, അവിടെ മഹത്വം വെളിപ്പെട്ടു. ആ മഹത്വം വെളിപ്പെട്ടു മീൻസ് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ 3000 പേർ ഓടി വന്ന് സ്നാനപ്പെട്ടു. 3000 പേർ ഓടി വന്ന് സ്നാനപ്പെട്ടു. ഞാനതിൻ്റെ പേര് കൊടുത്തു ഗാദറിംഗ് ഗ്ലോറി. ഓ ഗാദറിംഗ് ഗ്ലോറി. ജനത്തെ കൂട്ടിച്ചേർക്കുന്നതായ ദൈവ മഹത്വം, ജനത്തെ കൂട്ടിച്ചേർക്കുന്നതായ ദൈവ മഹത്വം. സഭ കേൾക്കട്ടെ, ക്രൈസ്തവർക്ക് ഹല്ലേലൂയ, ജനത്തെ കൂട്ടിച്ചേർക്കുന്നതായ ദൈവ മഹത്വം. ചില ദൈവദാസന്മാരെ കണ്ടിട്ടില്ലേ? അവർ സ്തോത്രം അത് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടുമ്പോൾ, അവർ എഴുന്നേറ്റ് നിന്ന് ദൈവവചനം പറയുമ്പോൾ ഗ്രൗണ്ടുകൾ നിറഞ്ഞ് കവിഞ്ഞു എന്ന് കേട്ടിട്ടില്ലയോ? സ്റ്റേഡിയം പാക്ക് ചെയ്തു എന്ന് കേട്ടിട്ടില്ലയോ? സ്തോത്രം. അതെ, അവർ ചുമന്നതായ ഒരു കൊടയുണ്ടായിരുന്നേ. അവർ ചുമന്നതായ ഒരു മഹത്വത്തിൻ്റെ കൊടയുണ്ടായിരുന്നേ. സ്തോത്രം. ഒരുപക്ഷെ അത് യേശുനായിരിക്കാം, DGS ദിനകരനായിരിക്കാം. അവർ പോയി, പക്ഷെ ആ മഹത്വത്തിന്റെ കൊട പോയിട്ടില്ല. ഓ, അവർ പോയി, ആ മഹത്വത്തിന്റെ കൊട പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മലയാളി വീണ്ടും ദൈവകൃപയാൽ ആവർത്തിച്ചു പറയട്ടെ, ഞങ്ങൾക്ക് വീണ്ടും കാണണം.
ഒരു ഗ്യാതറിംഗ് ഗ്ലോറി, ജനത്തെ കൊണ്ടുവരുന്ന ദൈവമഹത്വം ദേശങ്ങളിൽ വെളിപ്പെടട്ടെ. ജനക്കൂട്ടം വേണ്ട എന്ന് ജനക്കൂട്ടത്തെ ശപിച്ച, ജനക്കൂട്ടത്തിനെതിരെ സംസാരിച്ച, ജനക്കൂട്ടത്തെ വെട്ടിയ, ജനക്കൂട്ടത്തിനെതിരെ സംസാരിച്ച സകല മാലിന്യ സ്വരങ്ങളും സാത്താന്യ അജണ്ടകളും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ വേരോടെ പിഴുതുമാറിയിട്ട് ഇന്ന് പകൽക്കാല സഭ പറയട്ടെ, ഗാദറിംഗ് ഗ്ലോറി. എത്ര പേർക്ക് വേണം? എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ ദൈവമഹത്വം വെളിപ്പെട്ടാൽ ജനം വീണ്ടും കൂടും. പുത്തിരിക്കണ്ടമാണോ, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയമാണോ, കൊച്ചിയിലെ മെറൈൻ ഡ്രൈവാണോ, യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് ദൈവം ഒരു കൊട, നിന്നെ ദൈവം ഒരു കൊട ഏൽപ്പിപ്പാൻ വേണ്ടി പോകുന്നു. ആ മഹത്വത്തിൽ ജനം ഓടിക്കൂടും. ബ്രദർ സുരേഷ് ബാബു, how it is possible? അതെങ്ങനെയാ സംഭവിക്കുന്നത്? 100 വർഷം നോഹ പറഞ്ഞിട്ട് 8 പേരെ താൻ ഉൾപ്പെടെ പെട്ടകത്തി വന്നുള്ളൂ. 100 വർഷം നോഹ പറഞ്ഞിട്ട് 8 പേരെ പെട്ടകത്തിൽ കയറിയുള്ളൂ. പക്ഷേ സകല മൃഗങ്ങളെ ഒറ്റ വാക്കിൽ ദൈവം പെട്ടകത്തിൽ കയറി. കൊതുകാണോ, പാമ്പാണോ, തവളയാണോ, ചെലന്തിയാണോ, സകലതിനെ ദൈവം ആ പെട്ടകത്തിൽ കയറ്റിയെങ്കിൽ മൃഗത്തോട് അതിൻ്റെ ഭാഷയിൽ സംസാരിപ്പാൻ കഴിവുള്ള ദൈവം. ഓ കമാൻ, ആരോടാ പറയുന്നേ? മൃഗത്തോട് അതിൻ്റെ ഭാഷയിൽ സംസാരിപ്പാൻ കഴിവുള്ള ദൈവം, പക്ഷികളോട് അതിൻ്റെ ഭാഷയിൽ സംസാരിപ്പാൻ കഴിവുള്ള ദൈവം, തെക്കിനോട് തരിക എന്ന്, വടക്കിനോട് തടുത്തു വയ്ക്കരുതെന്ന് പറഞ്ഞ് ഗാദറിംഗ് ഗ്ലോറി. യേശുവിൻ്റെ നാമത്തിൽ കമാൻ ഏറ്റെടുക്കണം. ഒരു ചാൻസ് കൂടെ ഈ സംസ്ഥാനത്തിൽ കർത്താവ് തരാൻ പോവാ. ഒരു മാസ് ഗാദറിംഗിന്റെ ചലനം, ഒരു മാസ് ഇവാഞ്ചലിസം വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാൻ പോവാ. ഒരു മാസ് ഇവാഞ്ചലിസം വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാൻ പോവാ. വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം ചലിക്കുന്ന ദൈവമഹത്വത്തിനായി വായു തുറന്ന ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. പോരാ, ശബ്ദമുയർത്തി. ഹല്ലേലൂയ, മഹത്വം വെളിപ്പെട്ടാൽ, സ്തോത്രം. ഒത്തിരി കാര്യം എനിക്ക് പറയാനുണ്ട്, പെട്ടെന്ന് പറയാം. മഹത്വം വെളിപ്പെട്ടാൽ നീ കണ്ടിട്ടില്ലാത്ത, നീ ചിന്തിച്ചിട്ടില്ലാത്ത വലിയ ജനക്കൂട്ടം ദൈവസഭയിലെത്ത്. ഞാൻ പ്രസംഗം തുടങ്ങി ഇത്രയും സമയം വരെയുള്ള ഈ അരമണിക്കൂർ കൊണ്ട് 10,000-കണക്കിന് ആൾക്കാർ നരകത്തിലേക്ക് ചത്ത് വീണ് കഴിഞ്ഞു. ഓരോ സെക്കൻഡ് കഴിക്കും തോറും 1000-കണക്കിന് ജനം നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. എന്നാൽ സ്തോത്രം, തുറന്ന നരകത്തിന് പാപികൾക്കും ഇടയിൽ ക്രൂശിനെ ഉയർത്തുവാൻ, രക്ഷിക്കുന്ന കർത്താവിനെ കുറിച്ച് പറവാൻ, തേജസ്സിന്റെ സുവിശേഷം വിളിച്ചു പറവാൻ, ദൈവത്തിന്റെ മഹത്വത്താൽ, കർത്താവ് ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ചിലരെ ആക്ടിവേറ്റ് ചെയ്യുമാറാകട്ടെ. ഗാദറിംഗ് ഗ്ലോറി. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് റെവലേഷൻ ഗ്ലോറി, വെളിപ്പെടുത്തുന്നതായ ദൈവമഹത്വം. ഒരു സ്കൂളില്, ഒരു കോളേജിന്, ഒരു പ്രൊഫസറിന്, ഒരു ടീച്ചറിന്, ഒരു സെമിനാരിക്ക് പറഞ്ഞു തരുവാൻ കഴിയാത്ത കാര്യം സൂപ്പർ നാച്ചുറലി നിന്നെ വെളിപ്പെടുത്തുന്നതായ ഒരു മഹത്വമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. യെസ്, റെവലേഷൻ ഗ്ലോറി. എൻ്റെ നോട്ടിൽ ഞാൻ എഴുതി വെച്ചത്, പഠിക്കാത്ത വിഷയങ്ങളിൽ ദൈവം നിനക്ക് പ്രാവീണ്യം തരുന്ന ഒരു മഹത്വം. പഠിക്കാത്ത വിഷയങ്ങളിൽ പ്രാവീണ്യം തരുന്നതായ ഒരു മഹത്വം. നീ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരിക്കാം, പക്ഷേ നീ സിവിലും CS-ഉം കമ്പ്യൂട്ടർ സയൻസും അല്ലെങ്കിൽ സ്തോത്രം അതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നീ കൈകാര്യം ചെയ്യുക. അത് പഠിച്ചിറങ്ങിയോമാർ ചോദിക്കടാ, എനിക്കറിയാത്തത് നിനക്കെങ്ങനെയാ ചെയ്യുന്നത്? അവനോട് പറഞ്ഞാട്ടെ, പണ്ട് കഴുതയുടെ പുറത്തിരുന്നവൻ ഇപ്പൊ എന്റെ പുറത്തിരിക്കുന്നത് കൊണ്ട്
I can do all things in Christ Jesus who strengthens me. ഇത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ. നീ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് അല്ല, മൾട്ടിപ്ലൈ. പല മ്യൂസിക് ഇൻസ്ട്രുമെന്റിൽ പ്രാവീണ്യം ഈ യങ്സ്റ്റേഴ്സിന് മേൽ ദൈവം പകരാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ. ഏത് വാക്യം അതിന് പറയാനുള്ളത്? തിരുവചനം പറയുന്നു അപ്പോസ്തലപ്രവൃത്തി 4:13. അവർ സാമാന്യ മനുഷ്യരാണ്. അപ്പോസ്തലപ്രവൃത്തി 4:13. അവർ സാമാന്യ മനുഷ്യരും പഠിപ്പില്ലാത്തവർ. അവർ പത്രോസിനെ യോഹന്നാന്റെ ധൈര്യം കാണിക്കുകയാലും ഇവർ പഠിപ്പില്ലാത്തവർ. ദാറ്റ് മീൻസ് അവർ തോറ പഠിച്ചിട്ടില്ല. ഗമാലിയൽ ഉൾപ്പെടെ ഉള്ളതായ സ്തോത്രം വലിയ സ്കോളേഴ്സ് അവിടെയുണ്ട്. പക്ഷേ അവർ യെരുശലേമിൽ വന്ന് അവർ തോറ ന്യായപ്രമാണം അവർ പഠിച്ചിട്ടില്ല. പക്ഷേ അവന്മാർ വാ തുറന്ന് പറയുന്നത് പരീശന്മാർക്ക് ചിന്തിപ്പാൻ കഴിയാത്ത, ന്യായശാസ്ത്രിമാർക്ക് ചിന്തിപ്പാൻ കഴിയാത്ത അതേ വചന വ്യാഖ്യാനമാണ് പറയുന്നത്. റെവലേഷൻ ഗ്ലോറി. കമാൺ. മറ്റുള്ളവർക്ക് ചിന്തിപ്പാൻ കഴിയാത്തത് നിന്റെ ടീച്ചർ നിന്നൊക്കെ നോക്കി അതിശയിക്കാൻ പോവാ. ആർക്കും വേണ്ടേ? നിന്റെ പ്രൊഫസർ നിന്നെ നോക്കി മൂക്കത്ത് വിരൽ വെക്കാൻ പോവാ. നിന്റെ സ്കൂളിന് നീ ഒരു അനുഗ്രഹമാ, നിന്റെ കോളേജിന് നീ ഒരു അസറ്റാ. അപ്പോസ്തലപ്രവൃത്തി 4:13 ഞാൻ പറഞ്ഞത്. അവർ പഠിപ്പില്ലാത്തവര്, സാമാന്യ മനുഷ്യര്. പക്ഷെ അവർ വാ തുറന്നാൽ സ്തോത്രം അതേ സ്കോളേഴ്സ് പറയാത്തതാണ് അവരിലൂടെ ഒഴുകുന്നത്. നമുക്ക് തൽക്കാലം ചെതൽ പിടിക്കുന്ന സർട്ടിഫിക്കറ്റ് മറന്നുകളാ. നിന്നിൽ മൂടുന്ന മഹത്വത്തിനായി നന്ദി പറ. ഓ ലോർഡ്, ഈ 30-ാം തീയതി വിസ്ഡം ആക്ടിവേറ്റ് ചെയ്യുന്നു. റെവലേഷൻ ഗ്ലോറി. അപ്പോസ്തലപ്രവൃത്തി 3 പത്രോസും യോഹന്നാനും കൂടെ സ്തോത്രം പ്രാർത്ഥിപ്പാൻ പോകുമ്പോൾ, പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴല്ല, കേക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആളിനെ തട്ടി കൊടുത്ത് പ്രാർത്ഥിക്കുന്ന പോകുമ്പോൾ പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്ന തട്ടി വിളിച്ച് പറ. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴല്ല, പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴല്ല, സ്തോത്രം അതെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ. പ്രസിദ്ധനായൊരു മുടന്തൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. യെരൂശലേം പട്ടണം മുഴുവൻ അവൻ പ്രസിദ്ധനാണ്. എൻ്റെ കർത്താവ് എത്ര നല്ലവനാണ്. ആരെ തൊടണമെന്ന് എൻ്റെ കർത്താവിന് നല്ല അറിയാം. ആരെ സൗഖ്യമാക്കിയാൽ അടുത്ത സ്നാനം നടക്കുന്ന കർത്താവിന് നന്നായിട്ട് അറിയാം. ആരെ തൊട്ടാൽ അടുത്ത ചർച്ച് ഗ്രോത്ത് ഉണ്ടാകുന്ന കർത്താവിനെ അറിയാം. ഏത് തറവാടിൽ ഇറങ്ങണമെന്ന് കർത്താവിനെ അറിയാം. ഏത് നേതാവിനെ തൊടണമെന്ന് എൻ്റെ കർത്താവിനെ അറിയാം. ഓ ഹല്ലേലൂയ. സുന്ദരമെന്ന ദേവാലയ ഗോപുരം നിങ്ങൾക്കറിയാം. സ്തോത്രം ഈസ്റ്റേൺ ഗേറ്റിൽ ആ പട്ടണത്തിലുള്ളതായ സകല സ്തോത്രം വ്യക്തികളും ദേവാലയത്തിൽ പോകുമ്പോൾ അവിടെ ഇരുന്നതായ സ്തോത്രം ആ മുടന്തനെ പത്രോസും യോഹന്നാനും സ്തോത്രം അതെ സൗഖ്യമാക്കി. അതിനർത്ഥം ഞാൻ പറയട്ടെ, എന്തോ ഗ്ലോറിയാണ് സ്തോത്രം, ദ മിറക്കിൾ ഗ്ലോറി. അത്ഭുതങ്ങൾ മഹത്വത്തിലുണ്ട്, അത്ഭുതങ്ങൾ മഹത്വത്തിലുണ്ട്. സ്തോത്രം. അവർ പറഞ്ഞു ഞങ്ങളെ നോക്ക്, അവൻ വല്ലതും കിട്ടുമെന്ന് പറഞ്ഞ് ആ അപ്പോസ്തലന്മാരെ നോക്കി. അവർ പറഞ്ഞു വി ഡോണ്ട് ഹാവ് സിൽവർ ഓർ ഗോൾഡ്, വി ഗിവ് യു വാട്ട് വി ഹാവ്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. കം ഓൺ സഭ ഈ ദിവസം പറയട്ടെ, ലോകത്തിനുള്ളത് ഞങ്ങൾക്കില്ല, പക്ഷെ ലോകത്തിനില്ലാത്തത് ഞങ്ങൾക്കുണ്ട്. Raise up and walk. എഴുന്നേറ്റ് നടക്ക. സംഭവിക്കട്ടെ. ചർച്ചിനകത്തല്ല നടന്നത്, തെരുവിലാണ് നടന്നത്. തെരുവിൽ അത്ഭുതം നടന്നെന്ന്. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഹല്ലേലൂയ. നീ വസിക്കുന്ന പട്ടണത്തിന്റെ തെരുവുകളിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. കേൾക്കുന്നവർ രണ്ട് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോസ്തലപ്രവൃത്തി 5:15 വായിക്കുമ്പോൾ പത്രോസ് കടന്നു പോകുമ്പോൾ എൻ്റെ നിഴലെങ്കിലും തൊട്ട് രോഗികളെ സൗഖ്യമാകാൻ രോഗികളെ കൊണ്ടുവന്ന് സ്തോത്രം അതേ വഴിയരികിൽ കിടത്തി. പത്രോസിൻ്റെ നിഴൽ തട്ടി രോഗി സൗഖ്യമായെന്ന് ബൈബിൾ പറയുന്നില്ല, പക്ഷേ അവൻ്റെ നിഴൽ തൊട്ടെങ്കിലും സൗഖ്യമാകട്ടെ. ജനം ആഗ്രഹിച്ചതാണ്. ദാറ്റ് മീൻസ് അതിന് മുൻപ് അങ്ങനെ സംഭവിച്ചിരിക്കാം. സ്തോത്രം. മീനിങ് പത്രോസ് ചുമക്കുന്നതായ ആ ദൈവദാസൻ ചുമന്നതായ ഒരു ദൈവ സാന്നിധ്യമുണ്ടായിരുന്നു. സ്തോത്രം. ആ ദൈവദാസൻ ചുമക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്താ മിണ്ടാത്തെ? ഹല്ലേലൂയ. ലോട്ടറി ടിക്കറ്റ് അടിച്ചു 1ാം സമ്മാനം കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ സന്തോഷമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നീ ചുമക്കുന്നു എന്ന് പറയുന്നത്.
വലത് കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ കേട്ടില്ല, ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ചുമക്കുന്നത് കൊണ്ട് എൻ്റെ മുൻപിൽ രോഗികൾ സൗഖ്യമാകും. ജൂലൈ 1-ാം തീയതി മുതൽ നിങ്ങൾ ചെയ്യുവാൻ ലൈസൻസ് തന്നിരിക്കുന്നു. ഒരിക്കലും ചിന്തിക്കല്ല ഏതോ സൂപ്പർ നാച്ചുറൽ, ഏതോ വലിയ ദൈവദാസനിലൂടെ മാത്രമേ രോഗികൾ സൗഖ്യമാകത്തുള്ളൂ, ഏതോ സെലിബ്രിറ്റിയിലൂടെ മാത്രമേ രോഗികൾ സൗഖ്യമാകത്തുള്ളൂ. ആ സീസൺ കഴിഞ്ഞു. സാമാന്യ വിശ്വാസികളുടെ, ഓർഡിനറി വിശ്വാസിയിലൂടെ എക്സ്ട്രാ ഓർഡിനറി അത്ഭുതങ്ങൾ നടക്കുന്ന കാലം വന്നിരിക്കുന്നു. കാരണം എൻ്റെ ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. മഹത്വം നീ ചുമക്കുന്നെങ്കിൽ നിന്റെ കൈവച്ച് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ജനം സൗഖ്യമാകാൻ പോകുന്നു. ദ ഹീലിംഗ് ഗ്ലോറി. അപ്പോസ്തല പ്രവൃത്തി 16:18, അപ്പോസ്തല പ്രവൃത്തി 11:12. സ്തോത്രം. പത്രോസ്, അതെ പൗലൂസ് തെരുവിലൂടെ നടക്കുമ്പോൾ ഭൂതങ്ങൾ അലറി വിളിച്ചു, യേശുവിന്റെ നാമത്തിൽ ഡെലിവറൻസ് ഗ്ലോറി. നീ എവിടെയാണോ മഹത്വം ചുമന്ന് നിൽക്കുന്നത്, ഇരുട്ടിന്റെ ശക്തികൾക്ക് അവിടെ വസിപ്പാൻ കഴിയത്തില്ല. Come on. Hallelujah. നിനക്കെതിരെ കൂടോത്രം ചെയ്ത മന്ത്രവാദി പറയും, ഞാൻ അയച്ച പിശാചിനേക്കാൾ അവന്റെ യേശു ഒത്തിരി വലിയവനാ. കാരണം എവിടെയാണോ മഹത്വമുള്ളത് അവിടെ ദൈവകൃപയാൽ വിടുതലുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4:32-34 വാക്യം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 4:32 മുതൽ 34 വരെ അവരിൽ ഓരോരുത്തരും ഒരു കുറവുണ്ടായിരുന്നില്ല. കാരണം സഭയിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് കുറവില്ലാതെ ദൈവം അവരെ വഴി നടത്തി. കമോൺ, സംഭവിക്കട്ടെ ദൈവമക്കളെ. ഇന്ന് പകൽ മുതൽ സകല കുറവുകളും നിറവുകളാകട്ടെ, സകല കുറവുകളും നിറവുകളാകട്ടെ. മഹത്വം സാന്നിധ്യം ഇറങ്ങിയാൽ കലത്തിലെ മാവ് കുറയുകയില്ല, ഭരണിയിലെ എണ്ണ തീരുകയും ഇല്ല. ആർക്കും വേണ്ടേ? കലത്തിലെ മാവ് കുറയുകയില്ല, ഭരണിയിലെ എണ്ണ തീരുകയും ഇല്ല. അന്ന് ആ പ്രവാചകൻ ആ വീട്ടിൽ വന്നപ്പോൾ അടഞ്ഞ ഉറവകൾ തുറന്നെങ്കിൽ ഈ 30-ാം തീയതി അടഞ്ഞ റിസോഴ്സസ്, അടഞ്ഞ വരുമാനങ്ങൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ പ്രഖ്യാപിക്കുന്നു, പ്രവചിക്കുന്നു, ഉറവകൾ തുറക്കട്ടെ, ഉറവകൾ തുറക്കട്ടെ. മഹത്വം സഭയുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് സ്തോത്രം. പത്രോസിനെ അപ്പോസ്തലന്മാരെ ദൂതനിറങ്ങി ജയിലിൽ നിന്ന് അവരെ പുറത്തിറക്കി. സ്തോത്രം. പൂട്ടിയിട്ട ജയിലിൽ നിന്ന് അവർ പുറത്തിറക്കി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ പൂട്ടപ്പെട്ടെങ്കിൽ, ലിറ്ററലി ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ സ്തോത്രം പൂട്ടപ്പെട്ടെങ്കിൽ, അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഒരു പുതിയ സാക്ഷ്യം നിങ്ങൾക്കുണ്ടായിരിക്കും. മഹത്വം ഉള്ളിടത്ത് കൂടുകൾ തകർന്നിരിക്കും. മഹത്വം ഉള്ളിടത്ത് ലിബറേഷൻ, സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. മഹത്വം, ദൈവത്തിന്റെ മഹത്വം. പല സമയത്ത് ഈ കാണേണ്ട ദൈവ മഹത്വം ജനം കാണാത്തത് കൊണ്ടാണ് ലോകത്തിൻ്റെ കാര്യം വലുത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഒരിക്കൽ കൂടെ, ലോകത്തിൻ്റെ കാര്യം, ലോകത്തിൽ കാണുന്നതായ പല ഫാസിനേഷൻ, സ്തോത്രം, ഫാഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ധനമായിരിക്കാം, ലോകത്തിൻ്റെ മോടികളായിരിക്കാം. അയ്യയുടെ മനമേ എന്ന് തോന്നുന്നത് കാണേണ്ട ദൈവ മഹത്വം നീ കാണാത്തത് കൊണ്ടാണ്. കാണേണ്ടവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലുള്ള ഏത് കാര്യത്തെ നോക്കി നിനക്ക് എളുപ്പം പറയാൻ കഴിയും, അയ്യേ ഇതെല്ലാം ചപ്പാണ്, ഇതെല്ലാം ചവറാണ്. ഇത് പകൽക്കാലം കാണേണ്ട മഹത്വം ദൈവകൃപയാൽ കണ്ടാൽ ആർക്കും വേണ്ടേ? കാണേണ്ടവരെ കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ സകലതും ചപ്പും ചവറുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഇന്റർനെറ്റിൽ ഞാൻ കണ്ടു, സ്തോത്രം, ഒരാളിൻ്റെ അനുഭവം. അത് വലിയ പ്രസിദ്ധനാണ്. പുള്ളിയുടെ പേര് അമിതാഭ് ബച്ചൻ എന്നാണ്. ഉണ്ടോ? ഇത്രയും നേരം പറഞ്ഞപ്പോൾ ലക്നോക്കാർക്ക് ഒരു സന്തോഷമില്ലായിരുന്നു. അത് പറഞ്ഞപ്പോൾ ഹിന്ദി അറിയാമെന്നുള്ള ലക്നോക്കാർക്ക് ഒരു ചൈതന്യം ഉണ്ടായി.
ഉറങ്ങിയിരുന്ന ആരാണ്ടൊക്കെ കണ്ണു തുറന്നു. അമിതാഭ് ബച്ചൻ അറിയോ? അമിതാഭ് ബച്ചൻ അറിയോ? പുള്ളി ഒരു ദിവസം തൻ്റെ കരിയറിൻ്റെ പീക്കിൽ താൻ അഭിനയിച്ച എല്ലാ സിനിമ എന്തോ അലേർട്ടായി നമുക്ക് സഭ, എന്തോ ശ്രദ്ധ ഇട്ടതാ ഞങ്ങൾ പ്രാപിക്കട്ടെ. സ്വന്തമൊക്കെ നല്ലൊരു ദൂതാ ഞാൻ പറയുന്നത്. ആ മനുഷ്യൻ സ്തോത്രം. അമിതാഭ് ബച്ചൻ തൻ്റെ കരിയറിൻ്റെ പീക്കിൽ ഒരു ദിവസം പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണ്. താൻ അഭിനയിക്കുന്നതായ സകല സിനിമയും സൂപ്പർ ഹിറ്റായി നിൽക്കുന്നതായ കാലം, കരിയറിൽ ഏറ്റവും എസ്റ്റാബ്ലിഷ് പ്ലെയിനിൽ കയറിയിരിക്കുമ്പോഴേക്കും സ്തോത്രം യാത്രക്കാരെല്ലാവരും വന്ന് അതേ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നു, ഓട്ടോഗ്രാഫ് ചോദിക്കുന്നു. എയർ ഹോസ്റ്റസ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്തോത്രം അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വാങ്ങാനായി ഏതോ ബുക്കോ മറ്റു കാര്യങ്ങളോ കൊടുക്കുന്നു. ഭയങ്കര തിരക്ക്, ഭയങ്കര ആൾക്കാർ, ഭയങ്കര കൂട്ടം സ്തോത്രം. പക്ഷേ ആ പ്ലെയിനിൽ അദ്ദേഹം നോക്കുമ്പോൾ തൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ മാത്രം അനങ്ങാതിരിക്കുന്നു. ഹല്ലേലൂയ. 1 മണിക്കൂർ ഇത്രയും നേരം ഞാൻ കളച്ചിട്ട് ഒരു 3-4 പേര് ഇവിടെ അനങ്ങാതിരിക്കുന്ന പോലെ ഒരാൾ മാത്രം അനങ്ങാതിരിക്കുന്നു. അപ്പോൾ അമിതാഭ് ബച്ചന് ബാക്കി പ്ലെയിൻ മുഴുവനുള്ള എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുമ്പോൾ ഈ മനുഷ്യൻ മാത്രം എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. തൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ച് താനിങ്ങനെ ശാന്തമായിരിക്കുന്നു. പാൻസും ഷർട്ടും ഇട്ടിരിക്കുന്നു, ഓർഡിനറി വേഷം, സാധാരണക്കാരെ പോലെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നു. ഒരു താടിയുമില്ല, മോടിയുമില്ല. പക്ഷെ നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. കാരണം അത്ര നല്ലൊരു പുസ്തകമാണ് തൻ്റെ കയ്യിലിരിക്കുന്നത്. പ്ലെയിൻ പൊങ്ങിയും ഡയറിലൂടെ പ്ലെയിൻ ഇങ്ങനെ പോകുമ്പോൾ ചായ കൊടുത്തു. എല്ലാവർക്കും ചായ കൊടുക്കുമ്പോൾ ഈ മനുഷ്യനും ചായ കിട്ടി. അദ്ദേഹം സ്തോത്രം ചായ കുടിച്ചു. പുറത്തേക്ക് നോക്കി അമിതാഭ് ബച്ചൻ സ്തോത്രം ആ മനുഷ്യനെ നോക്കി ചിരിച്ചു. അദ്ദേഹം തിരിച്ച് ചിരിച്ചു. നമ്മൾ ചിരിക്കുമ്പോൾ തിരിച്ച് ചിരിക്കാത്തത് മൃഗങ്ങളായിരിക്കും. നമ്മൾ ചിരിക്കുമ്പോൾ തിരിച്ച് ചിരിക്കുന്നത് മനുഷ്യരുമായിരിക്കും. അപ്പോൾ ആ മനുഷ്യൻ ചിരിച്ചു, ഹലോ പറഞ്ഞു സംസാരിച്ചു തുടങ്ങുമ്പോൾ അമിതാഭ് ബച്ചൻ ആ സംസാരമധ്യേ സിനിമയെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, ഓഹോ. ഉടനെ ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, ഇന്ത്യക്കാരനാണ്. ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, സിനിമയിൽ നിങ്ങൾ എന്തോ എടുക്കുകയാണ്? അപ്പോൾ അമിതാഭ് ബച്ചൻ പറഞ്ഞു, ഞാൻ ആക്ടറാണ്, ഞാൻ അഭിനയിക്കുന്നവനാണ്. ഓഹോ, നല്ല കാര്യം. വീണ്ടും അദ്ദേഹം തൻ്റെ വായന തുടർന്നു. പ്ലെയിൻ ലാൻഡ് ചെയ്ത് അവസാനം പിരിയുന്ന സമയത്ത് അമിതാഭ് ബച്ചൻ തൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഐ ആം അമിതാഭ് ബച്ചൻ, എൻ്റെ പേര് അമിതാഭ് ബച്ചൻ. മറ്റേ ആൾ കൈ പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, ഓക്കെ, ഞാൻ JRD ടാറ്റ. മനസ്സിലായില്ലയോ? ടാറ്റ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ്. സ്തോത്രം. ഇന്ത്യ മുഴുവൻ വേണമെങ്കിൽ വിലയ്ക്ക് വാങ്ങുവാൻ കഴിവുള്ള മനുഷ്യൻ. അപ്പോൾ കാണേണ്ടത് കണ്ടത് കൊണ്ടാണ്. കാണേണ്ടത് കണ്ടത് കൊണ്ടാണ് മറ്റു എന്ത് കണ്ടാലും അട്രാക്റ്റഡ് ആകാത്തത്. ഇന്ന് പകൽക്കാലം സ്തോത്രം അതെ യെശയ്യാ 6 വെളിപ്പെടുമാറാകട്ടെ. ഉസിയ രാജാവ് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ചാകേണ്ടതെല്ലാം ചാകട്ടെ, ലോകമയം ചാകട്ടെ, ജഡം ചാകട്ടെ, അപ്പൻ തന്നതും അമ്മ തന്നതും പാരമ്പര്യം ചാകട്ടെ, സമൂഹം തന്നതും പാസ്റ്റർമാർ തന്നതും ചാകട്ടെ. ഈ പുസ്തകത്തിൽ ഇല്ലാത്ത സകലതും യേശുവിൻ്റെ നാമത്തിൽ ചത്തുമാറട്ടെ. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ സ്വർഗം തുറന്ന് മരണമില്ലാത്ത കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടതുപോലെ പുറത്തെ മനുഷ്യന്റെ കണ്ണിൽ കാണുന്നതല്ല, അകത്തെ മനുഷ്യനിൽ കാണുന്നതത്രേ ശ്രേഷ്ഠമെന്ന് ജനം തിരിച്ചറിയട്ടെ. അപ്പോൾ നമുക്ക് പറയാം, അത്യുന്നതങ്ങളിൽ മഹത്വം. മഹത്വം വിദേശ രാജ്യങ്ങളല്ല, മഹത്വം പണത്തിലല്ല,
മഹത്വം കരിയറിലല്ല, മഹത്വം ആഹാരത്തിലല്ല, മഹത്വം സൗന്ദര്യത്തിലല്ല, മഹത്വം ബോഡി ഷേപ്പിലല്ല, മഹത്വം തൊലിപ്പുറത്തല്ല, മഹത്വം സ്തോത്രം അതെ ബാങ്ക് അക്കൗണ്ടിലല്ല, മഹത്വം മറ്റു ഒരു കാര്യത്തിലല്ല, മഹത്വം ഈവൻ പ്ലാറ്റ്ഫോമിലല്ല, പേരിലല്ല, മഹത്വം ഭൂമിയിലല്ല, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതില്ലെങ്കിലാണ് ആ അച്ചാച്ചൻ്റെ മഹത്വം, ആ പാസ്റ്ററിൻ്റെ മഹത്വം, മറ്റേ പ്രവാചകന്റെ മഹത്വം. നോ, കള്ളം പറയാതെ നീ വഞ്ചിക്കപ്പെടല്ലേ. മഹത്വം കാണണമോ? ആകാശം ദൈവത്തിൻ്റെ, പാസ്റ്ററെ അല്ല, ദൈവദാസൻ്റെ അല്ല, അച്ചാച്ചൻ്റെ അല്ല, ആകാശം ദൈവത്തിൻ്റെ, ദൈവത്തിൻ്റെ, ദൈവത്തിൻ്റെ മഹത്വം. കർത്താവ് പറഞ്ഞു, എൻ്റെ മഹത്വത്തെ ഞാൻ മറ്റൊരുത്തിന്. ഓ കമാൺ, ഏറ്റെടുക്ക്, കേട്ടെടുക്ക്, കരുവാ, കരുവാ, കരുവാ. യെസ് 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 യെസ്. മഹത്വം അങ്ങയ്ക്ക് മാത്രം. പറയുന്ന ആരെങ്കിലും ഉണ്ടോ? മഹത്വം അങ്ങയ്ക്ക് മാത്രം, മഹത്വം അങ്ങയ്ക്ക് മാത്രം, മഹത്വം അങ്ങയ്ക്ക് മാത്രം. ഞങ്ങൾ എത്ര ഉപയോഗിച്ചാലും മഹത്വം അങ്ങയ്ക്ക് മാത്രം. ക്രിയേറ്റീവ് മിറക്കിൾ വെളിപ്പെടട്ടെ, മഹത്വം അങ്ങയ്ക്ക് മാത്രം. മരിച്ചവർ എഴുന്നേൽക്കട്ടെ, മഹത്വം അങ്ങയ്ക്ക് മാത്രം. എഴുന്നേൽക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ, പതിനായിരങ്ങൾ അതേ സ്നാനപ്പെടട്ടെ, രാജ്യങ്ങൾ തുറക്കപ്പെടട്ടെ. ഏതളവിൽ അങ്ങ് ഉപയോഗിച്ചാലും അങ്ങയുടെ മഹത്വത്തിൽ ഞാൻ തൊടത്തില്ല. മഹത്വം അങ്ങയ്ക്ക് മാത്രം. 30 സെക്കൻഡ്. കമോൺ, ശബ്ദം ഉയർത്തി മഹത്വം കർത്താവിന് കൊടുത്തേ. മഹത്വം കർത്താവിന്, മഹത്വം കർത്താവിന്. ഏതാണ്ട് കാര്യം ഈ ദിവസം നടക്കുന്നു, ഏതാണ്ട് ഒരു അത്ഭുതം ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ നടക്കുന്നു, ഏതാണ്ട് ഒരു വൻ കാര്യം, വീരപ്രവൃത്തി വീട്ടിനുള്ളിൽ നടക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് കൊടുക്കുക. വാക്ക് കൊടുക്കുക, വാക്ക് കൊടുക്കുക, വാക്ക് കൊടുക്കുക, വാ തുറന്ന് വാക്ക് കൊടുക്കുക. അപ്പം അങ്ങയുടെ മഹത്വത്തിൽ ഞാൻ കൈവയ്ക്കത്തില്ല. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, യെസ് യെസ്, അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി. മഹത്വം അങ്ങയ്ക്ക്, മഹത്വം അങ്ങയ്ക്ക്, മഹത്വം അങ്ങയ്ക്ക്. കാണേണ്ടവരെ കാണുമ്പോൾ, കാണേണ്ടവരെ കണ്ടാൽ സ്തോത്രം. ലോകം മുഴുവൻ ചോദിക്കും, നിന്റെ പ്രിയന് മറ്റുള്ളവരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? കണ്ണ് തുറന്നവനോട് ലോകം ചോദിക്കുകയാണ്, നിന്റെ യേശുവിന് മറ്റുള്ളവരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? പറ, നിന്റെ യേശുവിന്, നിന്റെ പ്രിയന് മറ്റുള്ളവരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? അല്പം പോലും സാകൂതമില്ലാതെ, അല്പം പോലും അമാന്തിക്കാതെ, നിർത്താതെ അടുത്ത ശ്വാസത്തിൽ പറയും, എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവന്, അവൻ 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനാണ്. യോ ഹല്ലേലൂയ. എൻ്റെ കർത്താവ് 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനാണ്. കാണേണ്ടവനെ കാണുവാൻ, അതെ, നോക്കേണ്ടവരിലേക്ക് നോക്കുവാൻ. എൻ്റെ ആവേശം എൻ്റെ മിനിസ്ട്രി അല്ല, എൻ്റെ ആവേശം എൻ്റെ പ്ലാറ്റ്ഫോം അല്ല, എൻ്റെ ആവേശം എൻ്റെ പോപ്പുലാരിറ്റി അല്ല, എൻ്റെ എഡ്യൂക്കേഷൻ അല്ല, എൻ്റെ സമ്പാദ്യമല്ല, എൻ്റെ ആരോഗ്യമല്ല, എൻ്റെ എബിലിറ്റി അല്ല. യേശുവാണ് എൻ്റെ എക്സൈറ്റ്മെന്റ്. ഒരിക്കൽ യേശുവാണ് എൻ്റെ എക്സൈറ്റ്മെന്റ്. അപ്പോഴാണ് നമുക്ക് പാടാൻ തോന്നുന്നത്. തോമസൻ എന്ത് ചെയ്യേ? സുന്ദരന മനോഹര നിന്റെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല? മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. സുന്ദരന മനോഹര നിന്റെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല? മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ.
കരങ്ങളെ അടിച്ചു പാടിക്കേ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. അപ്പോൾ യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. വിളിച്ചു പറ. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Come on. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Come on. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൂതന്മാരോട് ചേർന്ന് യെസ്. ദൂതന്മാർ ഇറങ്ങി നടക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല.
മഹത്വം വെളിപ്പെടുന്ന സീസണിലേക്ക് സ്വാഗതം. അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന് കുറച്ച് മഹത്വം കൊടുക്കേണ്ട ഒരു സാക്ഷ്യം നിന്നിൽ വെളിപ്പെടുവാൻ പോകുന്നു. നീ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ, നീ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വിധത്തിൽ, ആരിലും നീ കേട്ടിട്ടില്ലാത്ത വിധത്തിൽ, ഒരു വീട്ടിൽ നടന്നിട്ടില്ലാത്ത ക്രമത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് താതുല്യമായി നിന്നിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന സീസൺ വെളിപ്പെടുകയാണ്. അത്യുന്നതങ്ങളിൽ മഹത്വം. ഗ്ലോറി ഇൻ ദ ഹയസ്റ്റ്, ഗ്ലോറി ഇൻ ദ ഹയസ്റ്റ്. കഴിഞ്ഞ ഞായറാഴ്ച ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഓഡിബിളി ഞാൻ കേട്ടതാണ് ഗ്ലോറി ഇൻ ദ ഹയസ്റ്റ്. ഒരാഴ്ച അവൻ എന്നെ പൂട്ടിയിട്ട് പഠിപ്പിച്ചു. യെസ്, ഗ്ലോറി ഇൻ ദ ഹയസ്റ്റ്. ചലിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, കഴിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ഞാൻ ധ്യാനിച്ചു ഗ്ലോറി ഇൻ ദ ഹയസ്റ്റ്, ഗ്ലോറി ഇൻ ദ ഹയസ്റ്റ്. കർത്താവ് പറഞ്ഞു, ഉദിക്കുന്ന സൂര്യന് തത്തുല്യമായി കുടുംബങ്ങളിൽ എൻ്റെ മഹത്വം ഉദിക്കുവാൻ പോകുന്നു. യെസ് 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 സുബഹശിലി ഹാൻദറോബോഹോസ. യെസ് 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 യെസ്. നിന്റെ പ്രശ്നത്തിൽ പരിഹാരം വെളിപ്പെടുവാൻ പോകുന്നു. നിന്റെ മെസ്സിൽ നിന്ന് ഒരു മെസ്സേജ് വെളിപ്പെടുവാൻ പോകുന്നു. നിന്റെ ടെസ്റ്റിൽ നിന്ന് ഒരു ടെസ്റ്റ് മണി കൊണ്ടുവരുവാൻ പോകുന്നു. നിന്റെ ട്രയംഫിൽ നിന്റെ അത് ടെംപ്റ്റേഷനിൽ നിന്ന് ഒരു ട്രയംഫ്, ഒരു ജയം വെളിപ്പെടുവാൻ പോകുന്നു. ഒരു മഹത്വം വെളിപ്പെടുന്ന സീസണാണ്. ഹല്ലേലൂയ. കാരണം നീ അവന് സ്പെഷ്യലാ. ഓ വേണ്ട, ആരും വേണ്ടതില്ല. നീ അവന് സ്പെഷ്യലാ. ചുറ്റുമിരിക്കുന്ന 3 പേരെ നോക്കി പറ, എൻ്റെ കാര്യമോ പറഞ്ഞ. പെട്ടെന്ന് പറഞ്ഞേ, പറ പറ പറ, മൗത്തോക്കി പറ, എൻ്റെ കാര്യമോ പറഞ്ഞേ. എൻ്റെ കർത്താവിന് ഞാൻ ഒത്തിരി സ്പെഷ്യലാ. നിന്റെ കർത്താവിന് നീ ഒത്തിരി സ്പെഷ്യലാ. നിന്റെ അപ്പൻ നിന്നെ ശപിച്ചു കാണും, അമ്മ പറഞ്ഞു കാണും നീ നന്നാകത്തില്ലെന്ന്, നിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു കാണും നീ പൊളിയുമെന്ന്, നിന്റെ ഡോക്ടർ പറഞ്ഞു കാണും 3 മാസം കഴിയുമ്പോൾ നീ കാണത്തില്ലെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ മഹത്വം Yes, 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 yes. Come on, come on, come on. Respond to the Holy Spirit. ആ പിന്നിലിരിക്കുന്നവർ മഹത്വം നിന്നിൽ വെളിപ്പെടുന്ന സീസണാണ്. ഇന്ന് പകൽ ഇരുട്ടിന്റെ ശക്തികൾ വിറക്കട്ടെ. മഹത്വം നിന്നിൽ വെളിപ്പെടുന്ന സീസണാണ്. 3 പ്രധാനപ്പെട്ട റീജിയൻ അവന്റെ പബ്ലിക് മിനിസ്ട്രിയിലുണ്ടായിരുന്നു. ഗലീലിയ, യഹൂദിയ, യെരുശലേം. ഗലീലിയ ഗ്രാമപ്രദേശം, യഹൂദിയ യെരിഹോ ഉൾപ്പെടുന്നതായ ബിസിനസ് സെൻറ്റർ. പക്ഷേ ഏറ്റവും വലിയ കൊട്ടാരങ്ങളും വലിയ മന്ദിരങ്ങളും വലിയ മാൻഷൻസും ഉള്ള പ്രദേശമായിരുന്നു യെരുശലേം. യെരുശലേമിൽ വരുമ്പോൾ യേശു കർത്താവ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്, ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ്. അവന് വേണമെങ്കിൽ പിലാത്തോസേ, ഞാനും എൻ്റെ ടീമും ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരു 7 ദിവസത്തെ പരിപാടിയുണ്ട്, പ്രോഗ്രാം ഉണ്ട്, ഞാൻ ഇവിടെ വസിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പിലാത്തോസിൻ്റെ കൊട്ടാരം അവന് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കൊടുക്കാം. പക്ഷേ യേശു കർത്താവ് ഒരിക്കലും പിലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക്, ഹെരോദാവിൻ്റെ അന്തഃപുരത്തേക്കൊന്നും എത്തി നോക്കിയില്ല. ഓ കമാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ. വലിയ വമ്പന്മാരുടെയും കൊമ്പന്മാരുടെയും പിന്നാലെ പോകാത്ത മാർഗമാണ് യേശുവിൻ്റെ മാർഗം. താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു. പക്ഷെ എൻ്റെ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഹെരോദാവിന് 2 കൊട്ടാരം ഉണ്ടായിരുന്നു. സിസേറിയ എന്നറിയപ്പെടുന്ന തീരപ്രദേശത്തെ കൊട്ടാരവും, സ്തോത്രം, അന്തോണിയോ ഫോർട്രസിനോട് ചേർന്നുള്ളതായ കോട്ടയ്ക്ക് അടുത്തുള്ളതായ കൊട്ടാരം. യേശു വലിയ കൊട്ടാരത്തിൽ പോയില്ല.
കയ്യഫാവിന്റെ കൊട്ടാരം ഉണ്ടായിരുന്നു. മഹാപുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്ന യേശു കയ്യഫാവിന്റെ കൊട്ടാരത്തിൽ പോയില്ല. കാരണം അവിടെ ഒത്തിരി പേരെ പീഡിപ്പിക്കുന്ന പരിപാടി അവിടെ ഉണ്ടായിരുന്നു. യേശു കർത്താവ് ഇന്ന് പകലും പീഡിപ്പിക്കുന്നവന് കൂട്ടു നിൽക്കത്തില്ല, പീഡിപ്പിക്കുന്നവനെ വിടുവിക്കുന്നവനാണ് കർത്താവ്. എല്ലാ പീഡകൾ വിട്ടുപോകട്ടെ. കാരണം യേശു ആത്മീയ ബിസിനസ് അല്ല ചെയ്തത്, യേശു ആത്മീയ ശുശ്രൂഷയാണ് ചെയ്തത്. ബിസിനസ് സ്പിരിറ്റ് സഭയിൽ നിന്ന് പോകട്ടെ, യേശുവിന്റെ തേജസ്സിന്റെ ശുശ്രൂഷ വെളിപ്പെടട്ടെ. എന്റെ വിഷയം ദൈവമഹത്വം. പക്ഷെ കർത്താവ് പോയത് യെരൂശലേമിൽ എപ്പോൾ വന്നാലും യേശു കർത്താവ് പോയത് മാർത്ത, രണ്ടാമത്തെ സഹോദരി പേരെന്താ? മറിയ. പിന്നെ ആ ചെറുക്കൻ്റെ പേരെന്താ? ഓ, നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ എന്തിനാ വന്നേ? മാർത്ത, മറിയ, ലാസർ, ആ 3 പേരുടെ വീട്ടിലാണ് പോയത്. തോംസനെ പപ്പടത്തെ നിയോഗിക്കണം. സ്തോത്രം. എൻ്റെ ബൈബിൾ പറയുന്നു, ആ ചെറിയ വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെടുമ്പോഴാണ് അത്തിപ്പഴം കിട്ടുമോ എന്ന് കർത്താവ് അത്തിയുടെ അടുക്കിലേക്ക് പോയത്. കാരണം നല്ല വിശപ്പായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ആ വീട്ടിൽ വകയില്ലായിരുന്നു. ആ വീട്ടിൽ ദോശയും സമ്മന്തിയോ പുട്ടും കടലയോ ഇഡലിയും സാമ്പാറോ ബ്രേക്ക്ഫാസ്റ്റിന് വകയില്ലായിരുന്നു. നല്ല കത്തി വിശന്നാണ് പോയത്. അപ്പച്ചാ, ബ്രേക്ക്ഫാസ്റ്റിന് വകയില്ലാത്ത ആ വീട്ടിൽ ഈ 12 പേരെയും കൊണ്ട് പോയി എന്തിനാ അവിടെ താമസിച്ചേ? ഈ 13 പേർക്കും കൂടെ 13 തലയണ പോലും ഇല്ലാത്ത ആ ചെറിയ വീട്ടിൽ എന്തിനാ നീ പോയത്? ബൈബിൾ പറയുന്നില്ല, ചരിത്രം മിക്കവാറും പറയുന്നു. ജോസഫസ് ഉൾപ്പെടെയുള്ളവർ സ്തോത്രം ഇങ്ങനെ പറയുന്നു. സ്തോത്രം. ആ പിള്ളേരുണ്ടല്ലോ, മാർത്ത, മറിയ, ലാസർ. ലാസറിനെ ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പൻ മരിച്ചുപോയി. ലാസർ അമ്മ ഇതാ ഗർഭത്തിൽ ചുമക്കുമ്പോൾ അപ്പൻ മരിച്ചുപോയി. അപ്പൻ മരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്ക്, മഹത്വം വെളിപ്പെടാൻ പോവാ. ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അപ്പം മരിച്ചു. 2 ചേച്ചിമാർ മാത്രമേ ഉള്ളൂ. ആ 2 ചേച്ചിമാർക്ക് ഈ ഇപ്പം ജനിക്കുന്ന ആ ആൺകുട്ടിയെ പരിപാലിക്കാൻ അവർക്ക് കഴിവില്ല. കുഞ്ഞു ചേച്ചിമാരാ, അവർക്ക് അവരെ കാര്യം പോലും നോക്കാൻ ആ ചേച്ചിമാർക്ക് കഴിവില്ല. അപ്പം മരിച്ചുപോയി. രോഗബാധിതയായി അമ്മയും മരിക്കാൻ വേണ്ടി പോകുന്നു. അമ്മ അവൻ്റെ പേര് വിളിച്ചു, നിന്നെ സഹായിക്കാൻ ആരുമില്ല, നിന്റെ പേര് ലാസർ. ലാസർ എന്ന് പറഞ്ഞാൽ ഗാഡ് ഈസ് യുവർ ഹെൽപ്പ്. ദൈവം നിന്റെ സഹായം. ദൈവം നിന്റെ സഹായം. ദൈവം നിന്റെ സഹായം. കുട്ടികളെ, ഞാൻ നിങ്ങൾ നോക്കട്ടെ, ദൈവമാണ് നിന്നെ സഹായിക്കുന്നത്. ഇന്ന് പകൽ ബന്ധത്തിൽ നീ അനുഭവിക്കാൻ പോവാ. ദൈവം നിന്നെ ഭയങ്കരമായിട്ട് സഹായിക്കാൻ പോവാ. ദൈവം നിന്നെ ഭയങ്കരമായിട്ട് സഹായിക്കാൻ പോവാ. ദൈവം നിന്റെ സഹായിക. അവൻ പർവ്വതങ്ങളെ സമതലമാക്കുന്നവനാ. അവൻ അടഞ്ഞ വാതിലുകളെ തുറക്കുന്നവനാ. അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്തവനാ. അവൻ ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്നവനാ. അവൻ പകയ്ക്കുന്നവന്റെ വായ മിണ്ടാതാക്കുന്നവനാ. നിന്നെ നിന്ദിക്കുന്ന പെനീടയുടെ മുകളിൽ ഹന്നയുടെ ദൈവം ശമൂവേലിനെ നൽകി ആദരിക്കുന്നവനാണ്. ദൈവം നിന്നെ സഹായിക്കുന്നവനാണ്. നീ 2024 രണ്ടാം പകുതിയുടെ ഒരു ലാസറാണ്. ദൈവം നിന്റെ സഹായം. ശബ്ദം ഉയർത്തി പറ, യേശു എന്റെ സഹായം. കേട്ടില്ല? ഒരിക്കൽ കൂടെ, യേശു എന്റെ സഹായം. അമ്മ മരിച്ചു, അപ്പം നേരത്തെ മരിച്ചു. അപ്പം മരിച്ചു, അമ്മയും മരിച്ചു. അപ്പൻ്റെ സ്നേഹം കിട്ടാത്ത 3 പിള്ളേർ, അമ്മയുടെ സ്നേഹം കിട്ടാത്ത 3 പിള്ളേർ. കേക്ക്, നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് അരുളി ചെയ്തവൻ വേഷത്തിൽ മനുഷ്യനായപ്പോ അവൻ കൊട്ടാരങ്ങളിലും വലിയ മാൻഷനിലും അല്ല തേടിപ്പോയത്. അപ്പൻ്റെ സ്നേഹം കിട്ടാത്ത, അമ്മയുടെ സ്നേഹം കിട്ടാത്ത 3 പിള്ളേർ ആ വീട്ടിലുള്ളത് കൊണ്ട് അവൻ പറഞ്ഞു, വാ വാ പത്രോസ്, യാക്കോബ്, യോഹന്നാനെ, വാ, ആ വീട്ടിൽ പോയി നമുക്ക് താമസിക്കാം. 11-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, ലാസർ യേശുവിൻ്റെ സ്നേഹിതനായിരുന്നു. ലാസർ യേശുവിൻ്റെ സ്നേഹിതനാ. മീനിങ് ലാസർ മറ്റുള്ളവരെ പോലെയല്ല, യേശുവിന് അവനെ സ്പെഷ്യലായിരുന്നു. ഈ ദൂത് കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ ഹൃദയത്തെ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത്, ഫ്രണ്ട് റോ മുതൽ ലാസ്റ്റ് റോ വരെ നീ ഇങ്ങനെ നോക്കി പറയണം, എൻ്റെ കർത്താവിന് നീ സ്പെഷ്യലാ, എൻ്റെ കർത്താവിന് നീ സ്പെഷ്യലാ, എൻ്റെ കർത്താവിന് നീ സ്പെഷ്യലാ, എൻ്റെ കർത്താവിന് നീ സ്പെഷ്യലാ,
കർത്താവിന് നീ സ്പെഷ്യലാണ്. നീ വീടിനൊരു തലവേദനയായിരിക്കാം, അപ്പന് നീ ഒരു വേസ്റ്റ് ആയിരിക്കാം, അമ്മ നിന്നെ നിന്ദിച്ച് കാണും, മറ്റുള്ളവർ നിന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരിക്കും, ഒത്തിരി നിറം പിടിച്ച കള്ളക്കഥകളും നിന്നെ തെറ്റിദ്ധരിക്കുന്ന സമൂഹം പറയുമായിരിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ എനിക്ക് സ്പെഷ്യലാ. ഞാനത് തെളിയിക്കാൻ വേണ്ടി പോകാം. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ പ്രവചിച്ചു പറയുന്നു, ഞാനത് നിന്റെ ജീവിതത്തിലൂടെ തെളിയിപ്പാൻ വേണ്ടി പോകുന്നു. നീ എനിക്ക് ഓർഡിനറി അല്ല, നീ എനിക്ക് ഒരിക്കൽ കൂടെ, നീ എനിക്ക് സാധാരണക്കാരനല്ല, നീ എനിക്കൊരു ഓർഡിനറി അല്ല, നീ സ്പെഷ്യൽ എന്ന്. നിന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യം ഇന്ന് മുതൽ സ്പെഷ്യൽ ആയിരിക്കും. ആ കുഞ്ഞിന്റെ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ ആയിരിക്കും, ആ കുട്ടിയുടെ ഇന്റർവ്യൂ സ്പെഷ്യൽ ആയിരിക്കും, നിന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ വിവാഹം സ്പെഷ്യൽ ആയിരിക്കും, ആ കുഞ്ഞിന്റെ അപ്പോയിന്റ്മെന്റ് സ്പെഷ്യൽ ആയിരിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ശബ്ദം ഉയർത്തി പറ, ഐ ആം സ്പെഷ്യൽ. നീ സ്പെഷ്യലാ, സ്പെഷ്യലാ. സ്പെഷ്യൽ ആയതുകൊണ്ട് വേറെ ആർക്കും കൊടുക്കാത്ത ഗ്ലോറി അവന് കൊടുപ്പാൻ കർത്താവ് തീരുമാനിച്ചു. നീ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് സ്തോത്രം നിന്റെ ലൈഫിൽ വേറെ ആർക്കുമില്ലാത്ത ചില ക്രൈസിസുകൾ കയറി വരുന്നത്. എവിടെയാണ് ഞാൻ എഴുതി വെച്ചത്? നിന്റെ ലൈഫിൽ സ്തോത്രം, അതെ, ചില ക്രൈസിസുകൾ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ്. എന്നാൽ ക്രൈസിസ് വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ചില താഴ്വരകൾ വെളിപ്പെടുമ്പോൾ, ആ താഴ്വരകൾ കണ്ടിട്ട് പലരും നിന്നെ ജഡ്ജ് ചെയ്യാറുണ്ട്. നിന്റെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ സ്തോത്രം, ചിലർ നിന്നെ തെറ്റിദ്ധരിച്ച് നിന്നെ വിധിക്കാറുണ്ട്. എന്നാൽ ഞാൻ ഇങ്ങനെ എഴുതി, ഡു നോട്ട് ജഡ്ജ് എ പേഴ്സൺ ബേസ്ഡ് ഓൺ എ സീസൺ. കേട്ടില്ല? ഡു നോട്ട് ജഡ്ജ് എ പേഴ്സൺ ബേസ്ഡ് ഓൺ എ സീസൺ. അവൻ്റെ ജീവിതത്തിൽ വരുന്ന ചില പ്രത്യേക കാലയളവുകൾ നോക്കി അവനെ വിധിക്കല്ലേ. അവൻ്റെ ലൈഫിൽ വരുന്ന ചില വിഷയങ്ങൾ നോക്കി അവനെ വിധിക്കല്ലേ. കാരണം ആ വിഷയങ്ങളിൽ നിന്ന് ദൈവം എന്നെ പുറത്തെടുക്കുമെന്ന് മാത്രമല്ല, അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പ്രമോഷൻ നൽകി ദൈവം എന്നെ മാനിക്കും. കേക്ക് ശോഭൻ സാർ, കേക്ക്. ഈ സീസണൽ അറ്റാക്കിൽ നീ തകർന്നു പോകത്തില്ല. നല്ലൊരു ആമയും ഞാൻ കേട്ടേക്ക് കൊള്ളായിരുന്നു. ഈ സീസണൽ അറ്റാക്കിൽ നീ തകർന്നു പോകത്തില്ല. ഒരുത്തൻ കാറ്റിൽ നിന്ന് വന്നു. അവൻ്റെ കാറ്റിൽ നിന്നാണ് അവൻ വന്നത്. അവൻ്റെ പേര് യോബ് എന്നാണ്. സ്തോത്രം. ഒരുത്തൻ തീയിൽ നിന്ന് 3 ചെറുക്കന്മാർ വന്നു. അവരുടെ പേര് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നാണ്. ഒഴുക്ക് വെള്ളത്തിൽ നിന്ന് ഒരുത്തൻ വന്നു. അവൻ്റെ പേര് എലീശ എന്നാണ്. കപ്പൽ ഛേദത്തിൽ നിന്ന് ഒരുവൻ വന്നു. അവൻ്റെ പേര് പൗലൂസ് എന്നാണ്. എനിക്കൊരു ദീർഘമായ ലിസ്റ്റ് പറയാനുണ്ട്, നേരെയില്ല. ആ ക്രൈസിസിലൊന്നും അവർ നശിച്ചില്ലെങ്കിൽ നീ നശിക്കത്തില്ല. ഇമ്മാനുവേൽ നിന്റെ കൂടെ. ആരാധിക്കട്ടെ, കരയേണ്ടവർ കരയട്ടെ, സ്തുതിക്കേണ്ടവർ സ്തുതിക്കട്ടെ. ദൈവത്തിന് ആത്മാവ് ചലിക്കുന്ന ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ലാസർ യേശുവിൻ്റെ സ്നേഹിതനായിരുന്നു. കർത്താവ് നിന്റെ അർദ്ധരാത്രിയിലെ സ്നേഹിതനാണ്. നിന്റെ ബെസ്റ്റ് കണക്ഷൻ എന്ന് പറയുന്നത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ചുമ്മാ കർത്താവ് എന്ന് പറയല്ല. ചിലർക്ക് പണം കർത്താവാണ്, ചിലർക്ക് ജോലി കർത്താവാണ്, ചിലർക്ക് ശുശ്രൂഷ കർത്താവാണ്, ചിലർക്ക് പദവികൾ കർത്താവാണ്. എന്നാൽ കർത്താവ് എന്ന് പറയുമ്പോൾ ചേർത്ത് പറയണം, കർത്താവായ യേശു ക്രിസ്തു. പറഞ്ഞാട്ടെ, ഒരിക്കൽ കൂടെ പറ, കർത്താവായ യേശു ക്രിസ്തു. റെഡി, 1 2 3. ആ കർത്താവ് നിന്നെ ഡ്രെയിൻ ചെയ്യുന്നവനല്ല, ആ കർത്താവ് നിന്നെ ഡെവലപ്പ് ചെയ്യുന്നവനാണ്. ഓ കമാൻ. കർത്താവ് നിന്നെ തകർക്കുന്നവനല്ല, അവൻ നിന്നെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നവനാണ്. കർത്താവ് നിനക്ക് ഹിൻഡ്രൻസ് അല്ല, കർത്താവ് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നവനാണ്. കർത്താവ് നിന്നെ ഇടർച്ച വരുത്തുന്നവനല്ല, അവൻ നിന്നെ സഹായിക്കുന്നവനാണ്. ഇന്ന് പകൽ കർത്താവ് നിനക്ക് സ്റ്റംബ്ലിംഗ് അല്ല, അവൻ നിന്റെ ലൈഫിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്.
യേശു നിനക്ക് ഇടർച്ചക്കല്ലല്ല, യേശു നിനക്ക് ചവിട്ടുപടിയാണ്. യേശു നിന്റെ ബിറ്ററിലേക്ക് കൊണ്ടുപോകുന്നവനല്ല, അവൻ നിന്നെ ബെറ്റർ ആക്കുന്നവനാണ്. യേശു നിന്റെ കൈപ്പിലേക്ക് വലിച്ചെറിയുന്നവനല്ല, അവൻ ഇന്നത്തെ നന്മയേക്കാൾ അടുത്ത നന്മയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നവനാണ്. യേശു നിനക്ക് ബർഡൻ തരുന്നവനല്ല, അവൻ നിന്നെ ബ്ലെസ്സിംഗ് കൊണ്ട് പൊതിയുന്നവനാണ്. യേശു നിനക്ക് ഭാരം തരുന്നവനല്ല, അവൻ നിനക്ക് അനുഗ്രഹം തരുന്നവനാണ്. യേശു നിന്റെ ഹിസ്റ്ററി പറഞ്ഞ് നിന്നെ മുറിവേൽപ്പിക്കുന്നവനല്ല, അവൻ നിന്നെ ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കുന്നവനാണ്. അയ്യോ, ആരോട് പറയാൻ? കരങ്ങൾ അടിച്ചു വിശ്വസിക്കുന്ന ഒരു സ്തോത്രം പറ. അവൻ ഇന്നലകളെ നിന്റെ പരാജയങ്ങളും നിന്റെ പ്രശ്നങ്ങളും പറഞ്ഞ് നിന്നെ ചൊറിഞ്ഞ് നിന്നെ വേദനിപ്പിക്കുന്നവനല്ല, ആരും കണ്ടിട്ടില്ലാത്ത പുതിയ ഭാവിയിൽ നിന്നെ എത്തിക്കുന്നവനാണ്. യേശു നിന്റെ ലൈഫിനെ വേസ്റ്റ് ആക്കുന്നവനല്ല, അവൻ നിന്റെ ലൈഫിനെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നവനാണ്. സ്തോത്രം. യേശു കർത്താവ് നിന്റെ ഫാനല്ല, അവൻ നിന്റെ ഫ്രണ്ടാണ്. ലാസർ യേശുവിൻ്റെ ഫ്രണ്ടായിരുന്നു. ഇന്ന് പകൽ സ്തോത്രം. അതെ, മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും, ഞാൻ ഒരിക്കൽ കൂടെ പറയും, മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു പറയുന്നവർ മാത്രം കൈ ഉയർത്തിയാൽ ഞാൻ പറയും അവരെല്ലാം യേശുവിൻ്റെ ഫ്രണ്ടാണ്. ആ യേശു കർത്താവിൻ്റെ ഫ്രണ്ടെങ്കിൽ സ്തോത്രം, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ഫ്രണ്ടായിരിക്കുന്ന നിന്നെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഹെൽപ്പ് വന്നുകൊണ്ടിരിക്കുന്നു, നിന്റെ സഹായം വന്നുകൊണ്ടിരിക്കുന്ന, നിന്റെ സഹായം വന്നുകൊണ്ടിരിക്കുന്ന, നിന്റെ സഹായം വന്നുകൊണ്ടിരിക്കുന്ന. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കുക. നിന്റെ സഹായം വന്നുകൊണ്ടിരിക്കുന്ന, നിന്റെ സഹായം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി പോകുന്ന ഒരു സ്റ്റോറി നിനക്കുണ്ടെങ്കിൽ, അതിനപ്പുറത്തൊരു ഗ്ലോറി റിവീൽ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോറി നിനക്കുണ്ടെങ്കിൽ, അതിനപ്പുറത്ത് ഒരു ഗ്ലോറി റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്തോത്രം, അവൻ ഫ്രണ്ടാണ്. അവൻ ഫ്രണ്ട് ആയതുകൊണ്ട് യായിറോസിന്റെ മകൾക്ക് കൊടുത്ത ഗ്ലോറി അല്ല എനിക്ക് അവന് കൊടുക്കേണ്ടത്. അവൻ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നയില വിധവയുടെ മകന് കൊടുത്ത ഗ്ലോറി അല്ല എനിക്ക് അവന്, നയില വിധവയുടെ മകന് കൊടുത്ത ഗ്ലോറി അല്ല എനിക്കവന് കൊടുക്കേണ്ടത്. ഇന്ന് പകൽക്കാലം ഫ്രണ്ട് മുതൽ ഫ്രണ്ട് റോ മുതൽ ലാസ്റ്റ് റോ വരെ എല്ലാവരും പറഞ്ഞാട്ടെ, ഞാനവന് സ്പെഷ്യലാണ്, ഞാനവന് സ്പെഷ്യലാണ്. ഒരുങ്ങിക്കോ. ഈ പട്ടണം കേട്ടിട്ടില്ലാത്ത, കേൾക്കുന്നവന്റെ രണ്ട് ചെവി മുഴങ്ങുന്ന, കാണുന്നവന്റെ കണ്ണ് യേശു ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ മഹത്വം നിന്നിൽ വെളിപ്പെടുവാൻ പോകുന്നു. അത്യുന്നതങ്ങളിൽ മഹത്വം യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ പരീക്ഷണങ്ങൾ മുഴുവൻ വലിയ പദ്ധതികളായി തീരുവാൻ വേണ്ടി പോകുന്ന, നിന്റെ പരിഹാസങ്ങൾ മുഴുവൻ അത്ഭുതങ്ങളായി വെളിപ്പെടുവാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്നറിയോ? നീ ഈ പ്രശ്നത്തിൽ ഈ നാടുകളിൽ കിടക്കുമ്പോ, നീ ഈ പ്രശ്നത്തിൽ കിടക്കുമ്പോ, don't say that I am in crisis, but say I am in Christ. ഓ, ആരോടാ ഞാൻ പറഞ്ഞേ? Don't say I am in crisis, but say I am in Christ. കരങ്ങൾ അടിക്കേണ്ടവർ നന്നായി കരങ്ങൾ അടിച്ച് ആരാധിക്കുക. Hallelujah, 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 hallelujah. അവൻ വരുന്നുണ്ട്. 4 ദിവസം വേണമെന്ന് വെച്ചിട്ടാ അവൻ ലേറ്റായത്. പർപ്പസിലി അവൻ ലേറ്റായി. എന്താ അവൻ പർപ്പസിലി ലേറ്റായെന്നറിയോ? വേറെ ആർക്കും കൊടുക്കാത്തൊരു മഹത്വം നിന്നിലൂടെ പുറപ്പെടുവാൻ, വേറെ ആരും പറയാത്ത ഒരു ഭയങ്കര സാക്ഷിയാണ്. ഒരു സാധാ സാക്ഷ്യമല്ല. ഗെറ്റ് റെഡി. നിന്റെ സാക്ഷ്യം പല ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ പോവാ. നിന്റെ സാക്ഷ്യം പുസ്തകമായി പുറത്തു വരാൻ പോവാ. അത് ഹിന്ദിയില്, സ്പാനിഷില്, പോർച്ചുഗീസില്, തമിഴില്, ഇംഗ്ലീഷില്, പല പല ഭാഷകൾ നിന്റെ സാക്ഷ്യങ്ങൾ അത് അച്ചടിച്ച് വിതരണം ചെയ്യുവാൻ വേണ്ടി പോവുക. നീ എൻ്റെ കർത്താവിന്റെ സ്പെഷ്യല്. സ്പെഷ്യൽ എന്ന് പറയുന്നവർ ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ കരങ്ങളടിക്കേണ്ടവർ ശക്തിയോടെ കരങ്ങളടിച്ച്, കരങ്ങളടിക്കേണ്ടവർ ശക്തിയോടെ കരങ്ങളടിച്ച്
Yes, he is on the way. He is on the way. കൈകൾ അടിക്കേണ്ടവരെ ശക്തിയോടെ കരങ്ങൾ അടിച്ച് വാ തുറന്ന്. He is on the way. ജീസസ്. മരുഭൂമിയിൽ ദൂതനായി അവൻ ചലിച്ചു. യെരിഹോവിന്റെ സമഭൂമിയിൽ ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ ക്യാപ്റ്റനായി അവൻ ഇറങ്ങി നിന്ന്. സ്തോത്രമതേ, വേദപുസ്തകം പറയുന്നു, ഫയറി ഫർണസിൽ, തീച്ചുളയിൽ നാലാമനായി അവൻ ഇറങ്ങി നിന്ന്. നിന്റെ ക്രൈസിസിൽ ഒരു പുതിയ അളവിൽ, പുതിയ രൂപത്തിൽ അവൻ ഇറങ്ങി നിൽക്കാൻ വേണ്ടി പോകുന്നു. എത്ര പേർക്ക് ഇത് പിടികിട്ടുന്നെന്ന് എനിക്കറിയത്തില്ല. അവൻ എവിടെ മാനിഫെസ്റ്റ് ചെയ്തോ, വേറെ ആരുടെയോ പ്ലേറ്റിൽ കിടന്ന പഴയ എച്ചിലായിട്ടല്ല അവൻ വന്നത്. ഒരു ശ്രേഷ്ഠ ഭോജനമായിട്ടാണ് അവൻ ഇറങ്ങി വന്നത്. എത്ര പേർ ആമീൻ പറയുന്നു? ആരോ പറഞ്ഞതിൻ്റെ ബാക്കിയല്ല, ആരോ ഭക്ഷിച്ചതിൻ്റെ ഇഷ്ടമല്ല, പകരം ഇൻ ദ നെയിം ഓഫ് ജീസസ് ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ച് ജീവിക്കുവാൻ. ഭക്തൻ പാടുകയാണ്, ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ച് ജീവിപ്പാൻ. ആരും പറയാത്ത ഒരു സാക്ഷ്യത്തിന് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന. നിന്റെ ലൈഫിലൂടെ ഉന്നതങ്ങളിൽ ഭയങ്കര മഹത്വം കർത്താവിൻ്റെ ലഭിപ്പാൻ വേണ്ടി പോകുന്നു. കർത്താവ് ഇന്ന് പകൽ പറയുന്നു, ഈ യുദ്ധം ഞാൻ ഏറ്റെടുക്കുകയാണ്, ഈ യുദ്ധം ഞാൻ ഏറ്റെടുക്കുകയാണ്, ഈ യുദ്ധം ഞാൻ ഏറ്റെടുക്കുകയാണ്. കാരണം ഈ മെസ്സിൽ നിന്ന് എനിക്ക് കുറച്ച് മഹത്വം പുറത്ത് കൊണ്ടുവരുവാനുണ്ട്. ഈ പ്രശ്നത്തിൽ നിന്ന് കുറച്ച് മഹത്വം എനിക്ക് വെളിപ്പെടുത്തുവാനുണ്ട്. എത്ര പേർ ആമേൻ പറയുന്നു? ആമേൻ പറയുന്നവർ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി ആരാധിച്ചാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. ഈ വിഷയത്തിൽ നിന്ന് എനിക്ക് കുറച്ച് മഹത്വം എടുക്കുവാനുണ്ട്. ഇത് തിന്മയ്ക്കായിട്ടല്ല, അത്യുന്നതനായ കർത്താവിന് ഒരു മഹത്വം വെളിപ്പെടുത്തുവാൻ നിന്റെ ലൈഫിൽ കർത്താവ് അത് പകർന്നിരിക്കുന്നു. കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളെ ഉയർത്തി 30 സെക്കൻഡ് ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാടെ ശക്തിയോടെ. നിന്റെ സിംഹാസനം വായി തുറന്ന് ആരാധിക്കുക. ആ തുറന്ന് ദൈവത്തിന്റെ മഹത്വം കൊടുത്ത മഹത്വം അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്. ആർക്കോ ഒരു അത്ഭുതം ആവശ്യം, മഹത്വം അങ്ങേക്ക്. ആർക്കോ ഒരു വിടുതൽ ആവശ്യം, മഹത്വം അങ്ങേക്ക്. ആരോ കാത്തിരിക്കുന്നു, മഹത്വം അങ്ങേക്ക്. ഏതോ കുഞ്ഞിന് ഒരു കെട്ടുപണി ആവശ്യം, മഹത്വം അങ്ങേക്ക്. ഇതൊരു സീസൺ മാത്രമാണ്. ഈ സീസൺ കൊണ്ട് നീ തീർന്നു പോകത്തില്ല. നിന്നെ നോക്കി ജഡ്ജ് ചെയ്യുന്ന ജനത്തിന്റെ നടുവിൽ പകയ്ക്കുന്നവന്റെ വായ ദൈവം മിണ്ടാതാക്കിയാണ്. അവർ നിന്നോട് വന്ന് സോറി പറയുന്ന ദിവസങ്ങൾ അടുക്കുന്ന. ഗെറ്റ് റെഡി. ജൂലൈ 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 അവന്റെ മഹത്വം വെളിപ്പെടട്ടെ. ജൂലൈ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. എന്തിനു ജൂലൈ? അടുത്ത ഞായറാഴ്ച ആകുമ്പോൾ ഒരു ഡിഫറൻറ്റ് സ്റ്റോറി നീ കാണുവാൻ വേണ്ടി പോകുന്നു.